പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ എന്താണ് ബൈബിൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഞാനെപ്പോഴും ഏത് സഭയിലും ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട്, അതായത് നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില എസെൻഷ്യൽ കാര്യങ്ങളിലൂടെയാണ് ഇന്നും നാളെയും ഈ ബൈബിൾ സ്റ്റഡി പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, എങ്കിലും വചനം എന്ത് നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുവാൻ പരിശ്രമിക്കാം. നമ്മൾ വളരെ നാളുകളായിട്ട് കേൾക്കുന്ന കാര്യമാണ് അടിസ്ഥാന വേദോപദേശങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ വന്ന അന്ന് തൊട്ട് ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പൊതുവെ പെന്തക്കോസ്ത് ചർച്ചുകളിൽ ഈ അടിസ്ഥാന വേദോപദേശം എന്ന് പറയുമ്പോൾ എടുക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലുള്ള ചില ഭാഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യവും 40-ഉം 42 ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 38, 40, 42 ഈ 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഇനി നമ്മൾ 40-ാമത്തെ വാക്യം വായിക്കുകയാണ്. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചും ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. 42-ാം വാക്യം പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുവാൻ പത്രോസ് പറയുന്നുണ്ട്. അതുപോലെ സഭയായി കൂടി വന്ന ശേഷം അവർ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ആദ്യം പത്രോസ് പറഞ്ഞ 4 കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവിനെ പ്രാപിക്കുക, വേർപെടുക. 40-ാം വാക്യത്തിലാണ് ഈ വക്രതയുള്ള തലമുറയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോകത്തിലെ മറ്റുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഇത്ര ആകുമ്പോഴാണ് ഒരു സഭ ഉണ്ടാകുന്നത്. ഒരു സഭ ഫോമേഷൻ എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട ആത്മനിറവുള്ള സ്നാനപ്പെട്ട ആളുകൾ ഒന്നിച്ച് ചേരുന്നതാണ് ഒരു സഭ. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് വേർപെട്ട ഒരു കൂട്ടമാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു സഭയുണ്ടായി, അത് മറ്റ് ആളുകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്ത ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. പുതുതായി ജനിച്ച ഒരു കൂട്ടം ആളുകൾ, പുതിയ കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം ആളുകൾ. അവർ വന്ന് സഭ കൂടിക്കഴിയുമ്പോൾ എൻ്റെ 42-ാം വാക്യത്തിൽ പറയുന്നത് അവർ ചെയ്തു പോന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ്. എന്താണ് അവർ ചെയ്തു പോന്ന 4 കാര്യങ്ങൾ? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക. ഇത് സഭ ഒരു പ്രാവശ്യം മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. അത് സഭയുടെ എല്ലാ കാലത്തും പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആദ്യത്തെ ഭാഗങ്ങളെല്ലാം ഒരിക്കലായിട്ട് നമ്മൾ ചെയ്യുകയും ജീവിതകാലം മുഴുവൻ അത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നാൽ, ഈ 42-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണ്? അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു. ഇതിൽ നമ്മൾ മിക്കവാറും ഒക്കെ അപ്പം നുറുക്കുന്നുണ്ടാകും, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, പ്രാർത്ഥനയും കഴിക്കുന്നുണ്ട്. പക്ഷേ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നാൽ നമ്മൾ സഭയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളാണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പോസ്തലന്മാരിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പാസ്റ്റർമാർ പ്രസംഗിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉൽപ്പത്തിയിൽ നിന്ന് പ്രസംഗിക്കും, അടുത്ത ആഴ്ച പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നായിരിക്കും, അതൊക്കെ കുറവാണ്. പിന്നെ കുറേ സങ്കീർത്തനത്തിൽ നിന്നായിരിക്കും, അടുത്ത ദിവസം യശയാവിൻ്റെ പ്രവചനമായിരിക്കും, പിന്നെ രാജാക്കന്മാരുടെ പുസ്തകമായിരിക്കും. ഇതിപ്പോൾ 1 വർഷം മുമ്പ് എന്താ പ്രസംഗിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മളൊരു 2, 3, 4, 5, 8, 10 വർഷം ഒരു സഭയിൽ നിന്ന് കഴിയുമ്പോഴും നമ്മൾ ഒരു മുഴം അങ്ങോട്ട് തൊഴിഞ്ഞാൽ 2 മുഴം ഇങ്ങോട്ട് പോയ അവസ്ഥയിൽ എന്തൊക്കെയോ ഒത്തിരി ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കേൾക്കുന്നുള്ളതല്ലാതെ ഇതൊന്നും ഒരിടത്തും നമ്മൾ ഉറപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നവർ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ ഇരിക്കും.
പിന്നെ ആദ്യത്തെ ചൂട് ഇത്തിരി കുറഞ്ഞ് തണുത്ത് നമ്മൾ എന്നുള്ള പരുവത്തിൽ അങ്ങ് പോവും. അതേ ഉള്ളൂ. കാരണം ഈ ഉപദേശം എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്റർമാർ അപ്പോസ്തലിക ഉപദേശം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് അവർക്കന്ന് ഞായറാഴ്ച തോന്നുന്ന കാര്യങ്ങളാണ് അവർ പ്രസംഗിക്കുന്നത്. ഞാൻ പൊതുവേ പറഞ്ഞതാണ്, ഇവിടുത്തെ കാര്യം പറഞ്ഞതല്ല. പക്ഷെ എന്താണ് ഈ അപ്പോസ്തലിക ഉപദേശം? എന്തിനാണിത്? എന്തിനാണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെന്ന് പറയുന്നത്? പൗലോസ് പറയുന്നു, കൊരിന്ത് സഭയോട് എഴുതുമ്പം പറയുന്നു, ഞാനൊരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, അത് ക്രിസ്തു എന്ന അടിസ്ഥാനമാണ്, അതിനു മേലിൽ വേറൊരു അടിസ്ഥാനം ഇടാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പണി എന്താണ്? ക്രിസ്തു എന്ന അടിസ്ഥാനം ഓരോ സഭയിലും സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയിൽ ഉണ്ടാകണമെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും? അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഉപദേശ രൂപത്തിലൂടെയാണ് യേശു ക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ വരാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ആത്മാവിൽ വളർന്ന് പക്വത പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോളം വളരുവാനുള്ള ആത്മീക ധനം പ്രാപിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഫൗണ്ടേഷൻ, അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കപ്പെടണം. അതിനാണ് നമ്മൾ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് അല്ലെങ്കിൽ അടിസ്ഥാന വേദപ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമുക്കറിയാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായവും വായിച്ചു നോക്കുമ്പോൾ അനേകം ആളുകൾ അവിടെ മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, അല്ലേ? അവർ കൂടി വന്ന് സഭകൾ ആരംഭിക്കുന്നു, പല സ്ഥലത്തും സഭകൾ തുടങ്ങുന്നു. എന്നാൽ അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള ഭാഗത്താണ് ഈ അപ്പോസ്തലന്മാർ സഭയ്ക്ക് അടിസ്ഥാനമിടുന്ന ഉപദേശങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ എന്താണ്, നീതീകരണം എന്താണ്, വിശുദ്ധീകരണം എന്താണ്, തേജസ്കരണം എന്താണെന്ന് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കാൻ കാരണം എന്താണ്, പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കാൻ കാരണം എന്താണ്, ഇതിൻ്റെ എല്ലാം ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നത് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം വായിക്കുമ്പോഴാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മൾ പഴയ നിയമം വായിക്കും, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചാലും പഴയ നിയമം വായിക്കും. പക്ഷേ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കാതെ പഴയ നിയമം വായിച്ചാൽ അത് യഹൂദന്മാർ വായിക്കുന്നതല്ലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യഹൂദന്മാർ വായിക്കുന്നതല്ലേ മനസ്സിലാക്കിയാൽ എന്താണ്? മര്യാദയ്ക്ക് ജീവിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം. അങ്ങനെയാണ് യഹൂദന്മാർ മുഴുവൻ കാണുന്നത്. യുദ്ധത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ദൈവം, നിങ്ങളുടെ എതിരാളിയെ തരിപ്പണമാക്കുന്ന ദൈവം. അതാണ് നമ്മുടെ ഈ പഴയ നിയമത്തിൻ്റെ വ്യൂയിലൂടെ കാണുമ്പോൾ. പഴയ നിയമത്തിൻ്റെ വ്യൂയിലൂടെ കാണുമ്പോൾ മോശയുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. ഫറവോനെ പോലെ ഒരുത്തനെ പറപ്പിച്ച ആളാണ് മോശെ. പക്ഷെ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ മോശയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിന്ദ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ദ സഹിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനായി മരിച്ച ഒരാളാണ് മോശെ. കനാൻ ദേശത്ത് പോലും കയറാതെ ഒരു മലയിൽ അവസാനിച്ച ഒരു ജീവിതമാണ് മോശയുടെ ജീവിതം. ഇപ്പോൾ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ മോശ ഈസ് ഡിഫറെൻറ്റ്, പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഡിഫറെൻറ്റ്. ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ കഥകളെല്ലാം അത് വേറൊരു ആംഗിളിലൂടെ നമ്മൾ കാണുന്നതിൻ്റെ കാരണം ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പിടികിട്ടുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിൾ മുഴുവൻ ഒരു കാര്യമാണ് പറയുന്നത്. മോശയും അതിനു മുമ്പുള്ള പഴയ നിയമ ആൾക്കാരും എല്ലാം നോക്കിയിരുന്നതും അനുഭവിച്ചതും കണ്ടറിയാൻ ആഗ്രഹിച്ചതും കാത്തിരുന്നതും എല്ലാം യേശു ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ബൈബിൾ മുഴുവൻ എന്നാണ് നമുക്കിത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റണം. അത് ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. സാധാരണഗതിയിൽ ഇന്ന് നമുക്ക് ഈ CSI പള്ളിയിലും മറ്റ് പള്ളികളിലൊക്കെ, ഞാൻ CSI ചർച്ചിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. നല്ല ഉപദേശം പറഞ്ഞിട്ട് വഴിതെറ്റിപ്പോയ ഒരു ചർച്ച ആയതുകൊണ്ട് നമുക്ക് CSI ചർച്ചിൻ്റെ ഉപദേശം, ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് CSI ചർച്ചിൻ്റെ ഡോക്ട്രിൻസ് വായിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്, ദ ബുക്ക് ഓഫ് കോമൺ പ്രയർ എന്ന് പറയും. ഇത് 1673 പ്രിൻ്റ് ചെയ്തതാണ്. പ്രിൻ്റ് ചെയ്താലും എഴുതിയതാണ്, അന്ന് തൊട്ടുള്ളതാണ്. ഞാനത് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ബൈബിളിലെ ആ ഡോക്ട്രിൻസ് എല്ലാം ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഒരു ചർച്ചിൽ വരുമ്പോൾ മുഴുവൻ ബൈബിളിൽ നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, കർത്താവ് നമുക്കായി ക്രൂശിതനായി,
നമുക്ക് എന്താ കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂട്ടായ്മ അവർ യാഗമല്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഒരു യാഗമേ ഉള്ളൂ, അത് കഴിഞ്ഞുപോയി, നമ്മളെല്ലാം യാഗത്തിൻ്റെ കൂട്ടായ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞായറാഴ്ച പോകുന്ന 2 മണിക്കൂർ തലവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും CSIയിലോ മർത്തോമയിലോ യാക്കോബയിലൊക്കെ പോയിട്ടുണ്ടോ? തലവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, വയറുവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, പിള്ളേർക്ക് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതേ ഇല്ല. അവർ മുഴുവൻ പറയുന്നത്, ഈ കത്തോലിക്കർ യാക്കോബക്കാരൊക്കെ പറയുന്ന മണ്ടത്തരമാണെങ്കിലും പറയുന്നത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. മണ്ടത്തരമായിരിക്കും. ഞായറാഴ്ച കൂടി വരുമ്പോൾ അവർ പറയുന്നത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാൻ CSIക്കാരുടെ കഥയാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ CSIക്കാരുടെ ആൾക്കാരുടെ ഇടയിൽ വയറുവേദന ഉള്ളവരും തലവേദന ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇടയിലുള്ള പോലെ അവരുടെ ഇടയിലും ഉണ്ട്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? അവർ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ പ്രാർത്ഥനാ സംഘങ്ങൾ വയ്ക്കും, പ്രാർത്ഥനാ കൂട്ടം, ഒരു വീട്ടു പ്രാർത്ഥന. അപ്പോൾ ഏതെങ്കിലും ഒരു ഉപദേശി വന്ന് അവിടെ വചനം പ്രസംഗിക്കും, പ്രാർത്ഥിക്കും. ഇതാണ് അവരുടെ പരിപാടി. മർത്തോമക്കാർക്കും ആ പരിപാടിയുണ്ട്. ഉപദേശിമാർ ഇപ്പോൾ അത് ഒത്തിരി കുറഞ്ഞു. പണ്ട് കാലത്ത് ഒത്തിരി ഉപദേശിമാർ മർത്തോമയ്ക്ക് CSIക്കൊക്കെ ഒത്തിരി ഉപദേശിമാരുണ്ടായിരുന്നു. ഇവർ വന്ന് പ്രാർത്ഥന, അപ്പോൾ അവിടെ വിഷയങ്ങൾ മുഴുവൻ വിഷയങ്ങളുടെ വിടുതലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ വീടിന് ഐശ്വര്യം ഉണ്ടാകണം, പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷേ ഈ പെന്തക്കോസുകാർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ കൺഫെഷനും ഞായറാഴ്ചയുള്ള പരിപാടി അങ്ങ് എടുത്ത് കളഞ്ഞു. ഈ വിഷയങ്ങളുടെ വിടുതൽ എന്ന് പറയുന്ന സിസ്റ്റം ഞായറാഴ്ച കൊണ്ടുവച്ചു. അപ്പോൾ എന്താ പോയതെന്നറിയോ? ക്രിസ്തു എന്ന ഫൗണ്ടേഷൻ പോയി. എല്ലാ പ്രസംഗങ്ങളുടെ അവസാനം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം, വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്നിട്ട് വിഷയോട്ട് തീരുന്നുമില്ല. എല്ലാ ദിവസവും വിഷയമാണ്. ആദ്യം കല്യാണം നടക്കാത്ത വിഷയം, നടന്നു കഴിഞ്ഞാൽ കൊച്ചുണ്ടാകാത്ത വിഷയം, കൊച്ചുണ്ടാകാത്ത കഴിഞ്ഞാൽ അവനെ നഴ്സറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്ന വിഷയം, ഇതെല്ലാം പ്രാർത്ഥിച്ച് നേടുന്നതാണ്. പിന്നെ അവനെ നാട് കടത്താനുള്ള വിഷയം, ഇവിടെ എങ്ങും ഗതിയില്ലാത്തതുകൊണ്ട് അവനെ കാനഡയിലോ ജർമ്മനിയിലേക്ക് കടത്താനുള്ള വിഷയം, അതാണ് ഏറ്റവും വലിയ വിഷയം. അതിൽ വിടുതലെടുക്കണമെങ്കിൽ ഒത്തിരി പണിയുണ്ട്. അവിടെ അന്റാർട്ടിക്കയുടെ മുകളിൽ കൂടെയുള്ള ദേശാധിപതിനെയൊക്കെ ഓടിക്കണം, ഒത്തിരി ചിലവാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിക്കാൻ ഭയങ്കര എക്സ്പെൻസാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ കാശ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ ടോട്ടൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിഷയങ്ങളുടെ വിടുതലിനായി പോയത് കൊണ്ട് സ്വർഗത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിയാൻ മേല, പോകുമായിരിക്കും ആർക്കറിയാം എന്ന അവസ്ഥയിലായി. ക്രിസ്തുവിലെ നിഷ്കളങ്കമായ വിശ്വാസം നഷ്ടപ്പെടുകയും നമ്മളെല്ലാം ഉപജീവന ചിന്തകളെ ആസ്പദമാക്കിയുള്ളൊരു മതം സൃഷ്ടിക്കുകയും അതോടൊപ്പം പ്രാർത്ഥനാ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനാ സ്പെഷ്യലിസ്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ഞാൻ ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു എൻ്റെ ചെറുപ്പകാലം മുഴുവൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓർത്തഡോക്സ് പള്ളിക്കാർ ഈ മഞ്ഞിനിക്കാരൊക്കെ, അത് യാക്കോബക്കാരാണ് പോകുന്നത്, എങ്കിലും ഓർത്തഡോക്സുകാർക്കും തിരുമേനിയെ കാണാനൊക്കെ പോകുന്നത് അല്ലേ. കത്തോലിക്കരെങ്ങോട്ടാണ് പോകുന്നത്? വേളാങ്കണ്ണിക്ക് പോകുന്നു. അതൊക്കെ വലിയ സംഭവമാണ്. വേളാങ്കണ്ണിക്ക് പോകുന്ന നേരത്തെ ഒരു 101 വീട് കയറി തെണ്ടി ഓരോ രൂപ വെച്ച് മേടിക്കും ചില ആൾക്കാരെ, നേർച്ച. അത് ഞാനൊരു ചോദിച്ചിട്ടെ, എന്തിനാണ് ഇവർ പോകുന്നതെന്നറിയോ? അന്തോണിസ് പുണ്യാളൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നറിയോ? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയാണ്. രോഗം മാറാൻ വേണ്ടി, വിസ ശരിയാകാൻ വേണ്ടി, കടം മാറാൻ വേണ്ടി, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ ദൈവത്തോട്? നമ്മളില്ല, ഡയറക്റ്റ് പറഞ്ഞാൽ ദൈവം കേൾക്കില്ല. ഈ പുണ്യാളന്മാർ പറഞ്ഞാൽ ദൈവം കേൾക്കും. ഇതേ വിശ്വാസമാണ് ഇന്ന് പെന്തക്കോസ്തുകാർക്കുള്ളത്. ഞങ്ങളൊന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല, പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് കേൾക്കാതെ വരുമ്പം പ്രാർത്ഥിപ്പിക്കാൻ ആൾക്കാർ പോകുന്ന കോട്ടയത്തേക്ക് തീർത്ഥാടനം പോവുക, വേളാങ്കണ്ണിക്ക് പോകുന്ന പോലെ തന്നെയാണ്. ഇവരുടെ വിഷയങ്ങളുടെ വിടുതൽ കിട്ടാൻ ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാർ പ്രാർത്ഥിച്ച് കാര്യം സാധിപ്പിച്ചു തരും. ഇതാണ് ഇന്ന് പെന്തക്കോസിൽ കാണുന്ന മതം. സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞായറാഴ്ച സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമായി പറയും. ഞായറാഴ്ച സഭയിലേക്ക് വന്ന് കയറുന്നു, എല്ലാവരും 2 പാട്ട് പാടുന്നു. ഞാൻ പാടില്ല, പറയാം. യാഹു നല്ല ഇടയൻ എന്ന് കൊള്ളാം. നമുക്ക് അടിച്ച ആ ഒരു എക്സൈറ്റ്മെൻറ്റിലോട്ട് പോകാൻ പറ്റുന്ന പാട്ടാണല്ലോ, അത് മതി. പിന്നെ യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം കേട്ടിട്ടില്ലേ? പാടാറുണ്ടോ? 2 പാട്ട് പാടി 2 പേര് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്?
വഴിയിൽ വരുന്നവരെല്ലാം ക്ഷേമമായി എത്തിക്കണേ, അവിടെ ഇവിടെ വണ്ടി ഇടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, കാലാവസ്ഥ അനുകൂലമാക്കി തരണേ, മൈക്കൊന്നും ഇടയ്ക്ക് ഓഫായി പോകല്ലേ, ആരാധന. ചില ആൾക്കാർ ഇതിൻ്റെ പറയും, നമുക്ക് നല്ലൊരു ആരാധന തന്ന ദൈവത്തിന് സ്തോത്രം. ആർക്ക് ആരാധന കൊടുത്തേ? അപ്പോൾ ആരാധന എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന എന്തോ ഒരു അനുഭൂതിയാണെന്നാണ് പല ആൾക്കാരും വിചാരിക്കുന്നത്. ഇപ്പോൾ പാട്ട് പാടുന്നു, അനുഭൂതിയിലേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് മട്ടുപ്പാവിൽ കൂടെ നടന്നതും വീണതും നാദാം പ്രവാചകം വന്ന് വിരൽ ചൂണ്ടിയതും ആ മനുഷ്യൻ അയ്യോ ഞാനാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞു, ഗോലിയാത്തിനെ കൊല്ലാൻ 5 കല്ല് എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായെങ്കിലും ഇതുവരെ ഗോലിയാത്ത് ചത്തിട്ടില്ല. വീണ്ടും ഈ കല്ല് പോക്കറ്റിലിരിക്കുന്നുള്ളൂ. ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇത് വീണ്ടും ഈ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്, തീരുന്നില്ല. അത് കഴിയുമ്പോൾ സാക്ഷ്യമാണ് ഏറ്റവും അത്ഭുതകരം. സാക്ഷ്യം എല്ലാം വീട്ടും കുടുംബവും സംബന്ധിച്ച. എൻ്റെ പിള്ളേർ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ഫ്ലൈറ്റ് നേരെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ക്ഷേമമായിട്ട് അവർ മടങ്ങിപ്പോകാൻ, നാളെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എക്സാമിനേഷൻ പിള്ളേർ അതൊക്കെ വളരെ സ്പീഡിൽ ഒറ്റ ശ്വാസത്തിൽ പറയും, ഭയങ്കര സ്പീഡിൽ പറയും. എക്സാമിനേഷൻ എഴുതുന്ന പിള്ളേരുടെ ബുദ്ധി തെളിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്തിരി കുറവാണ്, അത് തെളിയിച്ചു കൊടുക്കണം. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിലെല്ലാം സൂക്ഷിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ നല്ലവനും വല്ലവനുമായിരുന്നു. തീർന്നു. പിന്നെ പ്രസംഗം ഒരു സ്പെഷ്യലിസ്റ്റ് പാസ്റ്ററെ വിളിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പം, ഗസ്റ്റ്. ഈ ഗസ്റ്റ് പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവർ പ്രസംഗിക്കുന്നത് അവർക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല പോയിന്റുകളൊക്കെ വെച്ച് തകർക്കാൻ പറ്റുന്നൊരു പ്രസംഗം പ്രസംഗിക്കുള്ളൂ. അത് ചിലപ്പോൾ പഴയ നിയമമായിരിക്കും, ചിലപ്പം ആലയം പണിയെക്കുറിച്ചായിരിക്കും, ചിലപ്പം പെട്ടകത്തെക്കുറിച്ച്, സമാഗമന കൂടാരത്തെക്കുറിച്ചായിരിക്കും, ചിലപ്പോൾ എസ്തേറിൻ്റെ പുസ്തകമായിരിക്കും. എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് നല്ല ആരാധനയായിരുന്നു, എന്താ പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞാൽ കൈയടിച്ചപ്പോൾ നമ്മൾ എവിടാന്ന് പോലും നമ്മൾ മറന്നുപോയി. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതാരും ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവെ, നീ എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം എന്ന് പറയാൻ മറന്നുപോയി. ഇതിപ്പോൾ ആരും ഓർക്കുന്നില്ല. അപ്പം ഇതൊരു ക്രിസ്തീയ സഭയല്ല, പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്. കാര്യം നടക്കാൻ വേണ്ടി ഇത്തിരി കഴിവുള്ള, പ്രാർത്ഥിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുടെ പുറകെ കുറേ ആൾക്കാർ പോകുന്നു. കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, വിടുതൽ. അപ്പോൾ ഇന്ന് സഭകളെ ഉപേക്ഷിച്ച്, ഉപദേശത്തെ ഉപേക്ഷിച്ച് ആളുകൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നു? ഈ പ്രാർത്ഥന എന്ന വ്യവസായം കണ്ടുപിടിച്ചിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മതങ്ങളും വളരുന്നത് ഇങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. പണ്ട് ഞാൻ 2003-04 ആ സമയത്ത് 2-3-4 സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു ഒരു 1.5 വർഷം. അപ്പം ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് യൂണിറ്റി ഹൗസ് എന്ന് പറഞ്ഞൊരു മലങ്കര കത്തോലിക്കരുടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 അച്ഛന്മാരുണ്ട്. ഈ അച്ഛന്മാർ ഞങ്ങളുമായിട്ട് ഭയങ്കര സൗഹൃദമായി. അവിടേക്ക് മീറ്റിങ്ങിന് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മീറ്റിംഗ് അല്ല, ചുമ്മാ ഈ വർത്തമാനം പറയാനൊക്കെ അവിടെ പോകും. തിരിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇവർ വരും. അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കും. ഒരു ദിവസം പുള്ളിയുടെ സെമിനാറിലൊക്കെ എന്നെ കൊണ്ടുപോയി അവിടുത്തെ ബുക്സും അവിടുത്തെ കാര്യങ്ങളൊക്കെ അടുത്ത് മറിച്ചൊക്കെ നോക്കി. മുഴുവൻ മാർപ്പാപ്പന്മാരുടെ എഴുത്തുകളാണ്, അല്ല വേറൊന്നുമില്ല. പണ്ട് കാലത്തോട്ടുള്ള മാർപ്പാപ്പന്മാർ എഴുതിയ ചാക്രിക ലേഖനങ്ങൾ, അതൊക്കെയാണ് അവിടെ അടിക്കടിക്ക് വെച്ചത്. അതിൽ നിന്ന് അവർ പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ ബുദ്ധി കൊണ്ട് പഠിക്കുകയും ഫിലോസഫി പഠിക്കുകയും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ തത്വചിന്തയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഇതേ സമയത്ത് വേറെ ചില ആൾക്കാർ എടത്തുവായിൽ പോയി ഉരുളുകയും വേളാങ്കണ്ണിയിൽ പോയി മുങ്ങുകയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പം ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരു സഭയ്ക്കകത്ത് പൊരുത്തപ്പെട്ടു പോകുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഇതെല്ലാം തെറ്റാൻ നിങ്ങൾക്ക് അറിയാൻ വയ്യേ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ കത്തോലിക്ക സഭയിൽ വരുന്ന എല്ലാവർക്കും ഇതറിയത്തില്ല, പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ ഈ സാധനങ്ങൾ ആവശ്യമാണ്. സമ്മതിച്ചോ? അപ്പോൾ കാര്യം കാണാൻ വേണ്ടി ആൾക്കാരുടെ അടുത്ത് പോയി പ്രാർത്ഥിപ്പിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ദൈവം വേറൊരാൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നത്, എൻ്റെ അടുത്ത് എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു ദൈവം വേറെ ആരോ എനിക്ക് വേണ്ടി എൻ്റെ കാശ് മേടിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സൗഖ്യം തരുമെന്ന് വിശ്വസിക്കുന്ന മതത്തെ അവർ അനുവദിച്ചിരിക്കുന്നത്, ആ പാവങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നാൽ അറ്റ്ലീസ്റ്റ് അവരുടെ കാശെങ്കിലും മേടിക്കാം എന്നുള്ള ഒരു ലിമിറ്റഡ് ഫിനാൻഷ്യൽ പ്രിൻസിപ്പിളിലാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാ മതങ്ങളിലും കറക്റ്റാണ്. ഹിന്ദു മതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിന്ദു മതത്തിൽ ചില ആൾക്കാർ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഹിമാലയത്തിന് മുകളിൽ പോയി തപസ് ചെയ്ത് അവസാനം കണ്ടുപിടിക്കും യു ആർ ദാറ്റ്, തൗ ആർ ദാറ്റ്, അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ ഞാൻ തന്നെയാണത്, തത്വമസി എന്ന് പറഞ്ഞാൽ നീ തന്നെയാണതെന്നാ, ഞാൻ തന്നെയാണ് ദൈവം, പരമേശ്വരൻ എൻ്റെ അകത്ത്. അത് ഈ സ്വഭാവമുള്ള ദൈവമല്ല കേട്ടോ, പരമേശ്വരൻ്റെ അംശം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പരമാത്മാവിൻ്റെ. ഇവര് പോയി അമ്പലത്തിൽ പോയി ഉരുളൊന്നുമില്ല, അവരെവിടെയെങ്കിലും സന്യാസികളായിട്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഹിന്ദുമതം അനുസരിച്ച് 3 പ്രധാനപ്പെട്ട യോഗകളാണുള്ളത്. ഒന്ന്, ഏറ്റവും കൂടുതൽ ജ്ഞാനമാർഗമാണ്. പോയി പഠിച്ച് അവസാനം ഞാനും പരമാത്മാ ഒന്നാന്ന് കണ്ടുപിടിക്കുന്നതാണ് ജ്ഞാനയോഗം. രണ്ടാമത്തെ കർമ്മയോഗം. അത് ശൂദ്രനായി ജനിച്ചവൻ ശൂദ്രൻ്റെ പണിയും ബ്രാഹ്മണനായി ജനിച്ചവൻ ബ്രാഹ്മണൻ്റെ പണിയും ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അവന് കർമ്മയോഗിയായി രക്ഷപ്പെടാം. ഏറ്റവും അധമമായ മാർഗമാണ് ദേവന്മാരെ പിടിച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ എല്ലായിടത്തും വിവരമില്ലാത്തവർക്കും സമ്പത്ത് മാത്രം നോക്കി നടക്കുന്നവർക്കും ലോകത്തിൻ്റെ മോഹങ്ങൾ നോക്കി നടക്കുന്നവർക്കുള്ളൊരു സിസ്റ്റം ഉണ്ട്. അത് ഇസ്ലാമിലും ഉണ്ട്. മുല്ലാക്കന്മാർ മന്ത്രം ജപിച്ചു കൊടുക്കുന്ന ആ പരിപാടി. പക്ഷെ ഇല്ലാത്തത് എവിടെയാണെന്നറിയോ? ഈ യഥാർത്ഥ ക്രിസ്ത്യൻ ഫെയ്ത്ത്, പ്രൊട്ടസ്റ്റൻ്റ് ഫെയ്ത്ത് ഉണ്ടായപ്പോൾ, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച വിശ്വാസം ഉണ്ടായപ്പോൾ അവിടെ ഇങ്ങനെയുള്ള പാവങ്ങളെ അക്കോമഡേറ്റ് ചെയ്തില്ല. ആരെ അക്കോമഡേറ്റ് ചെയ്തില്ല? കഞ്ഞിക്ക് വേണ്ടിയും ഉദരപൂർണത്തിന് വേണ്ടിയും കാശിന് വേണ്ടിയും വരുന്ന പാവപ്പെട്ടവർ, അമേരിക്കയുടെ ഒരു വിസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവർ, ഒന്ന് ആസ്ട്രേലിയയിൽ പോയാൽ സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്ന ഈ മണ്ണിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത പാവങ്ങളായ ആൾക്കാർ, അവർക്ക് വേണ്ടി ഒരു മതം ഇതിനകത്ത് ഉണ്ടായില്ല. അതുണ്ടായത് പെന്തക്കോസ് വന്നപ്പോഴാണ്. പെന്തക്കോസ് സഭ വന്നു കഴിഞ്ഞപ്പം ഈ അത്യാഗ്രഹികളും മോഹികളും പണം ഉണ്ടാക്കണമെന്നും അങ്ങനെയുള്ളവരെ ആകർഷിക്കാനുള്ളൊരു വ്യവസ്ഥയാണ്. ഇയാൾ പ്രാർത്ഥിച്ചാൽ നിനക്ക് സമ്പത്തുണ്ടാകുമെന്നുള്ളൊരു പഠിപ്പിക്കൽ വന്നതോടുകൂടി ഈ അപ്പോസ്തലിക ഉപദേശം വിട്ട് അപ്പം തിന്നുന്ന ഉപദേശത്തിലേക്ക് ജനം കൂട്ടമായിട്ട് മാറി. ഇത് ഭയങ്കര ആദായ മാർഗമാണ്. ഞാനിപ്പോൾ പാസ്റ്ററെ നോക്കി പ്രവചിക്കാമെന്ന് വിചാരിച്ചോ? ഇല്ല കേട്ടോ, ചുമ്മാതെ എക്സാമ്പിൾ. പാസ്റ്റർ 2 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ചുമ്മാ കേട്ടോ, എക്സാമ്പിളാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇനി 2 വർഷം കഴിഞ്ഞ് പാസ്റ്റർ അമേരിക്കയിൽ പോയി എന്ന് വിചാരിച്ചോ? പോയി കഴിഞ്ഞാൽ പാസ്റ്റർ തീർച്ചയായിട്ടും അവിടെ കിട്ടുന്നതിൻ്റെ ഒരു ദശാംശം എനിക്ക് അയച്ചു തരാതിരിക്കുമോ? തരും. ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്. അതേസമയത്ത് പോയില്ലെങ്കിലോ? പാസ്റ്റർ അന്ന് 2 വർഷം കഴിഞ്ഞ് ഞാൻ അമേരിക്കയിൽ പോകുമെന്ന് പറഞ്ഞാണല്ലോ, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. 2 സൈഡിലും ഞാൻ ജയിച്ച് നിൽക്കുവാണ്. ഈ അപ്പോസ്തലിക ഉപദേശം മനസ്സിലായില്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടെ ചെന്ന് ലാൻഡ് ചെയ്യുള്ളൂ. ഉദരപൂരണം, ഉദരനിമിത്തം, ബാക്കി എന്താ? ബഹുകൃത കേട്ടില്ലല്ലേ? അങ്ങനെയാന്ന് തോന്നുന്നു. ഉദരനിമിത്തം ബഹുകൃത വേഷം. പണ്ട് കുഞ്ചൻ നമ്പ്യാരാ മറ്റേ പറഞ്ഞത്. ഇനി ഞാൻ ഒരാളുടെ കഥ പറയാം, ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അപ്പോസ്തലിക ഉപദേശത്തിലേക്ക് പോകാം. ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പോൾ വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം നേരത്തെ ഇന്ന് വിടുതൽ എന്ന് വിശ്വസിക്കുന്ന ഒരു സഭയിലാണ്, ആ CSI ചർച്ചിൽ നിന്നാണ് അങ്ങോട്ട് ചാടിയത്. പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ സാക്ഷിയൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നല്ല വരുമാനമുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. ആൾക്കാർ വിളിക്കുന്നതനുസരിച്ച് പുള്ളി ജോലി ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇനിയും അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം CSI എന്ന് വിട്ട് ഈ ഇപ്പോൾ വിടുതൽ പ്രസ്ഥാനത്തിലേക്ക് പോയത്. എപ്പോൾ CSI പള്ളിയിൽ നിന്ന് ഇറങ്ങി വിടുതൽ പ്രസ്ഥാനത്തിലേക്ക് പോയോ അതിനുശേഷം ഒരൊറ്റ മനുഷ്യൻ പോലും വിളിക്കാതായി. ഒന്നുമില്ല, എല്ലാം അടഞ്ഞുപോയി. ഒരു വഴിയില്ല ജീവിക്കാൻ. ഒരു ദിവസം പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മുമ്പിലുള്ളൊന്നും ശരി കാണാൻ പറ്റുന്നില്ല, എഴുത്ത് വായിക്കാൻ പറ്റുന്നില്ല. പുള്ളി ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ കണ്ണിനകത്ത് നീർക്കെട്ടാണ്. 25,000 രൂപയുടെ ഇഞ്ചക്ഷൻ 2 മാസം കൂടുമ്പോൾ എടുക്കണം. പുള്ളി നടക്കാൻ വയ്യാതെ കാലെടുത്ത് സ്റ്റെപ്പിലോട്ട് വയ്ക്കാൻ വയ്യ. വളരെ ബുദ്ധിമുട്ടി. ഒരു പൈസ, ഒരാൾ പോലും മരിച്ചിട്ട് വീഡിയോ എടുക്കാൻ പോലും ആരും വിളിക്കുന്നില്ല. പുള്ളി വലിയ ഏഷ്യാനെറ്റിന് വേണ്ടിയൊക്കെ ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒറ്റ ആളും വിളിക്കുന്നില്ല. എന്താ കാരണം എന്നറിയത്തില്ല. പുള്ളി ആദ്യം വിചാരിച്ചു കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ കഷ്ടതയാണെന്ന് വിചാരിച്ചു. അങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പാസ്റ്റർമാരൊന്ന് പറയും, ഈ മെയ്യോടുകൂടി നിൻ്റെ വിടുതലാണ്. മെയ് വരും, ജൂലൈ വരും, ഒന്നും സംഭവിക്കില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിതിട്ടിട്ട് പോയിക്കൂടെ? ഇതെന്ത് വിശ്വാസത്തിലാണ് നിങ്ങളിരിക്കുന്നത് ഇത്ര നാളായിട്ടും? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്ററിന് ഭയങ്കര എന്താ പറയുന്നത്,
ശക്തിയാണ്, ആത്മശക്തിയാണ്. ഞാൻ ഇന്ന് കൊച്ചി നിൽക്കുവാണെങ്കിൽ പാസ്റ്റർ പറയും, പിറ്റേ ദിവസം വരുമ്പം പറയും, ഇന്നലെ നീ കൊച്ചി KSRTC സ്റ്റാൻഡിൽ നിൽക്കുമ്പം ഞാൻ നിന്നെ കണ്ടു എന്ന് പറയും. ഞാൻ ഞെട്ടി. അത് പുള്ളി ഇങ്ങനെ അത്ഭുത സ്തബ്ധനായി ഈ പാസ്റ്റർ പുറകെ നടക്കുകയാണ്. അതനുസരിച്ച് പുള്ളി ക്ഷയിച്ച് ₹1 ഇല്ലാതെ ആകെ പുള്ളിയുടെ വരുമാനം എൻ്റെ വീഡിയോ പിടിച്ച് ഹാർവസ്റ്റ് TV ഇടുന്നതിന്. അങ്ങനെ എനിക്ക് ഒരു ദിവസം പുള്ളി കണ്ടുപിടിച്ചു. പുള്ളിയുടെ ലൊക്കേഷൻ ഈ പാസ്റ്ററുടെ കമ്പ്യൂട്ടറിലുണ്ട്. പുള്ളി ഒരു ദിവസം ലോഗിൻ ചെയ്ത് ആ ലൊക്കേഷൻ ഷെയറിങ് വെച്ചാണ് പുള്ളി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് മനസ്സിലാക്കിയതോടുകൂടി ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുള്ളി ഇറങ്ങി ഗൂഗിളിൻ്റെ പാസ്വേഡ് മാറ്റി. പുള്ളി പറയാണ്, സ്റ്റെപ്പ് കഴിഞ്ഞ് ഇറങ്ങലും ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു. 15 ദിവസത്തെ പ്രോഗ്രാമുണ്ട്. പുള്ളിനോട് ചോദിച്ചു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എൻ്റെ കണ്ണിൻ്റെ മങ്ങൽ പോയി, ഇപ്പോൾ ഇഞ്ചക്ഷൻ വേണ്ട, ഒന്നും വേണ്ട, പൂർണ്ണമായി സൗഖ്യമായി, ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്കിത് ഭയങ്കര അത്ഭുതകരമായൊരു കാര്യമാണ്. എനിക്ക് അറിയാവുന്ന കാര്യം, എൻ്റെ മുമ്പിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഞാനിത് IPCയിൽ ഒരു പാസ്റ്റർ വിളിച്ചു, ഇതെന്താ പാസ്റ്റർ ഇത് ഇങ്ങനെ സംഭവിക്കും? അന്നേരം പാസ്റ്റർ പറഞ്ഞു, ഇവിടെ പാസ്റ്റർ പറഞ്ഞു, അയ്യോ പാസ്റ്ററിന് അറിയാൻ മേല. ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനൊരു ആത്മാവ് ഇതിനകത്തുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ രോഗിയായി ഒരാളെടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, അയാൾ രോഗം മാറ്റുന്ന പാസ്റ്ററാണ്, രോഗം മാറി, ഇനി അയാളെടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഇനി അയാളെടുത്ത് പോകണമെങ്കിൽ വേറെ രോഗം വരണം. കാശില്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന ആൾക്ക് അയാൾ പ്രാർത്ഥിച്ചിട്ട് കാശ് വന്നു, കാശ് വന്നാൽ പിന്നെ അയാളെടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്താ കാര്യമില്ലാത്ത? ഇനി ആവശ്യങ്ങളില്ലല്ലോ. പിന്നെ കാശിൻ്റെ കാര്യമുണ്ട്, ഒരിക്കലും മതിയാകാത്തതുകൊണ്ട് ഇവർ പുറകെ പോകും. ഇവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നവരല്ല, ആ പ്രാർത്ഥിക്കുന്നവരാണ് ഗതി പിടിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. പ്രാർത്ഥിക്കുന്നവർ റോക്കറ്റിൽ കയറിയാണ് പോകുന്നത്. എങ്ങോട്ടാ? സമൃദ്ധിയിലേക്കും അഭിവൃദ്ധിയിലേക്കും. ഈ മഞ്ഞിനിക്കര അവിടെ ഇവിടെയൊക്കെ തീർത്ഥാടനത്തിന് പോകുന്ന ആൾക്കാരുണ്ടാവും. 90% പാവങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ബൂർഷകൾ. ഈ മിഡിൽ ക്ലാസ് ബൂർഷകൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്, ഉയരണം, വളരണം, ഉയരണം, വളരണം. ശരിയാണോ? ബൂർഷകളൊക്കെ ഒന്ന് കൈപൊക്കി. ഇല്ല, ആരുമില്ല. അവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമാണ് ഉയരണം, വളരണം. ഈ മിഡിൽ ക്ലാസ്സിനെ അവർ ബൂർഷകളെന്ന് വിളിക്കുന്നത്. അപ്പർ ക്ലാസ്സിനെ കൊണ്ട് ശല്യമില്ല, കാരണം അവർക്കിനി വളരാൻ താല്പര്യമില്ല, തീർന്നു, അവർക്കിനി എങ്ങോട്ടും വളരാനില്ല. ലോവർ ക്ലാസ് ആണെങ്കിൽ അവരുടെ വിധി ഇതേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ, അവർക്ക് അത്രേ ചിന്തയുള്ളൂ. പക്ഷെ ഇതിനിടയ്ക്ക് കിടക്കുന്ന മിഡിൽ ക്ലാസ് ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കിടക്കുന്ന മിഡിൽ ക്ലാസ് ആണ് ഉയരണം, വളരണം. ഇവന്മാരെയാണ് ഇവർ പിടിക്കുന്നത്. ആരെ? ഈ പുതിയ മതം. ഇതിൻ്റെ അടിമകളാണ് ഇന്ന് കൂടുതലും കേരളത്തിലുള്ളത്. അവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പത്യോപദേശം മനസ്സിലാകത്തില്ല. അവർക്ക് മനസ്സിലാകുന്നത് വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത്. എന്താ ആരവെന്നറിയോ? എന്താ പറഞ്ഞെന്ന് പോലും ആൾക്കാർ ശ്രദ്ധിക്കില്ല. കർത്താവ് ഇപ്പോൾ വരുന്നെന്ന് പറഞ്ഞാലോ ആരും മിണ്ടത്തില്ല. നിങ്ങൾക്കറിയാമോ, കർത്താവ് വരുമെന്നുള്ള വിശ്വാസം, കർത്താവ് വരുമ്പോൾ ഞാൻ പോകുമെന്നുള്ള വിശ്വാസം എല്ലാം പോയി. ഇപ്പം രാത്രി കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് സഭയിൽ ചെന്ന് ചോദിച്ചു നോക്കി. പണ്ട് കാലത്ത് ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ. ഓർമ്മയുണ്ടോ? ആ കാലത്ത് ആ പാട്ടുകൾ മുഴുവൻ പ്രത്യാശാഗാനങ്ങളായിരുന്നു. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ അക്കരയ്ക്ക്. ഈ കുഞ്ഞു പിള്ളേർ, ഇപ്പോൾ ഇതിവിടെ ഒരു കൊച്ചിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ആ പ്രായത്തിലുള്ള പിള്ളേർ ആദ്യം പാടുന്ന പാട്ട് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓർമ്മയുണ്ടോ? നിങ്ങൾ പലരും ചെറുപ്പത്തിൽ ആ പാട്ട് പാടി വളർന്നവരായിരിക്കും. ഇന്ന് അങ്ങനത്തെ പാട്ടുകളില്ല. അന്ന് പാടുന്ന മുഴുവൻ പ്രത്യാശാഗാനങ്ങളാണെങ്കിൽ ഇന്ന് പാടുന്ന പാട്ട്, എൻ്റെ വീട്ടിൽ ആഹാരം കുറയില്ല, ഞാൻ എൻ്റെ അധ്വാന ഫലം ഞാൻ വേറെ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ തിന്നും, ഇങ്ങനെയൊക്കെ പാട്ടുകളുണ്ട്. എൻ്റെ പെരക്കകത്ത് പോലും ഞാൻ കർത്താവിനെ കേട്ടില്ല, അങ്ങനത്തെ ഒരു പാട്ടുണ്ട്. നേരത്തെ കുറേ നാൾ മുമ്പ് ഹൃദയത്തിൽ കയറ്റുമായിരുന്നു. പിന്നെ വീട്ടിൽ അത്താഴം കഴിക്കുമ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. കുറേ പേര് കർത്താവ് ഈ വീടിൻ്റെ നായകൻ എന്നും പറഞ്ഞ് ബോർഡ് വെച്ചു. ഇപ്പോൾ പുതിയ ബോർഡ്, വീട്ടിൽ കർത്താവിനെ കയറ്റത്തില്ല, വെളിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് മതി, ഞങ്ങൾ രക്ഷപ്പെട്ടു. പുതിയ പാട്ട്.
ഉപദേശപരമായിട്ട് അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ മർമ്മമുള്ള ഒരു പാട്ട് മലയാളത്തിൽ എഴുതപ്പെട്ടിട്ട് ദശാബ്ദങ്ങളായി. കാരണം ഈ ഉപദേശം നമ്മുടെ ഇടയിൽ നിന്ന് പോയിരിക്കുന്നു. 1919 മരിച്ചുപോയ മോശവത്സലം ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു CSI ഉപദേശി, അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, നമ്മൾ സാധാരണയൊക്കെ പാടുന്ന മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ. അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് എന്താണെന്നറിയോ? പരമനീതിയിൻ ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം, പരമൻ നീയതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? പാടാൻ നല്ല രസം അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? പരമനീതി, 1918 മരിച്ചുപോയൊരു ഉപദേശി എഴുതാം, പരമനീതിയിൻ ദുരിതത്താൽ എന്നെ. എന്നാ പരമനീതിയുടെ ദുരിതം? അരിഞ്ഞ് കളയാൻ നിന്ന നേരം, പരമൻ നീ അതാൽ അരിയപ്പെട്ടിടാൻ. എന്തോ ഈ പരമനീതിയുടെ ദുരിതം? എന്താ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് മീശ വടിച്ച് വെള്ളവസ്ത്രം ഇട്ട് ആഭരണം ഊരിക്കഴിഞ്ഞാൽ ഞാൻ നീതിമാനായി എന്നായിരുന്നു. പിന്നെ എത്ര ഉയരത്തിൽ സ്പ്രിങ് വെച്ച് ചാടാമോ അത്ര നീതി കൂടി വരും. അന്നങ്ങനെയൊക്കെ വിചാരിച്ചു, ഇതൊക്കെ മതി കർത്താവിനെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാസ്റ്റർമാരെല്ലാം വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് മത്തായിയുടെ, മർക്കോസിനും ലൂക്കോസിനും സുവിശേഷം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചുമില്ല. അവസാനം അതെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും പോരാന്ന്. കർത്താവ് എന്നെ സ്നേഹിച്ച പോലെ എൻ്റെ അടുത്തിരിക്കുന്നയാളെ സ്നേഹിക്കണമെന്നും, കണ്ണ് ഇടർച്ച വരുത്തിയാൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണമെന്നും, സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് കർത്താവിനെ അനുഗമിക്കണമെന്നൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് പരമനീതി എന്ന് പറയുന്നത് എൻ്റെ കയ്യിലില്ല. നീതിമാനാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ വരെ മറ്റുള്ളവർ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആ നീതി എൻ്റെ കയ്യിലില്ല. ഐ ആം എ സിന്നർ. കാരണം കർത്താവ് അവൻ്റെ ഉന്നതമായ നീതിയെ വെളിപ്പെടുത്തിയപ്പോൾ ആ നീതി, പരമനീതി എന്നെ ദുരിതത്തിലാക്കി. എന്നെ ദുരിതത്തിലാക്കിയെന്ന് മാത്രമല്ല, ഇനി എന്നെ അരിഞ്ഞു കളയാനല്ലാതെ ഒന്നും മുമ്പിലില്ലാത്ത അവസ്ഥയിൽ വന്നു. The revelation of God's righteousness put me into that predicament. ഒരു ബുദ്ധിമുട്ടിനകത്ത് എന്നെ ആക്കി. ആ ബുദ്ധിമുട്ടിനാണ് ഇവിടെ ദുരിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് ആലോചിക്കുക, 1919 മരിച്ചുപോയ ആള് അതിനെത്രയോ മുമ്പ് എഴുതിയൊരു പാട്ടാണത്. 200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ടാണ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പാടുന്ന ഇംഗ്ലീഷിലെ പാട്ടുണ്ട്, പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ, കൽപ്പന കാത്തിടുവാൻ. ഈ പരമനീതിയുടെ കൽപ്പനകൾ കാണുമ്പോൾ അത് മീശ പഠിക്കുന്ന പോലെ അല്ല. 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ കൊണ്ട് ദശാംശം ഇട്ടിട്ട് ഞാൻ ദൈവത്തെ അനുസരിച്ചു എന്ന് വൈബ്രേഷനോടെ പറയുന്നതല്ല. കൽപ്പന, കർത്താവിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ നമ്മൾ തുറന്നു പോകുമ്പോൾ, നമ്മുടെ ജഡം എത്ര മലിനമെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരു കൽപ്പന പോലും അനുസരിക്കാത്തവനാണ് ഞാനെന്ന് തിരിച്ചറിയുമ്പോൾ, ആരെയും ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നെനിക്ക് മനസ്സിലാകുമ്പോൾ ഒരു ബ്രോക്കൺനെസ് ഉണ്ട്. ഞാൻ പൊട്ടി, ഞാൻ തീർന്നു, എനിക്കിനി ഒന്നും പറയാനില്ല. ഇതാണ് ഈ ദുരിതം. അപ്പൊ ദൈവത്തിൻ്റെ നീതി അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പാപികളാണ്. കാരണം ഗിരിപ്രഭാഷണമോ മത്തായിയുടെ സുവിശേഷമോ മർക്കോസിൻ്റെ സുവിശേഷമോ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് പറഞ്ഞ കൽപ്പനകളിൽ ഒരെണ്ണം പോലും അനുസരിച്ച ഒരാൾ പോലും കോന്നിയിലില്ല. ഒറ്റയാൾ പോലും കോന്നിയിലില്ല. ഞങ്ങളുടെ നാട്ടിലുമില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരാളെ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. ഞാൻ അയാളെ അന്വേഷിച്ച് നടക്കുകയാണ്. സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത്, അത് മാത്രം പോരാ, ആ ഒരുത്തൻ നിൻ്റെ അതിര് മാന്തിയാൽ അവൻ്റെ പറയണം, എടുത്തോ മോനെ, സ്നേഹത്തോടെ പറയണം, വാശിയോടെ അല്ല. ഒരുത്തൻ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ, മോനെ ഇങ്ങ് വന്നേ, ഇതാ ചാർജറോടെ കൊണ്ടുവെക്കാം കേട്ടോ, അങ്ങനെ പറയണം. കണ്ണിടർച്ച വരുത്തിയാൽ, കണ്ണിടർച്ചയെ വരുത്തുന്നുള്ളൂ. അടുത്ത കടയിൽ ഒരു ചുരിദാർ കാണുമ്പോൾ, ഷർട്ട് കാണുമ്പം കണ്ണു പറയണം, കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. തുടങ്ങി പ്രശ്നം.
അയൽവക്കക്കാരനും സ്വത്ത് മോഹിക്കും. അത് കാണുമ്പോൾ, അയാളുടെ കയ്യിരിക്കുന്ന കാണുമ്പോൾ കണ്ണിടർച്ച വരുത്തി. എന്താ ചെയ്യണം പറ? അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതല്ലേ ബ്രദറെ? അത് നമ്മളെല്ലാം ചെയ്ത്, പിന്നെ നമുക്ക് ആകെയുള്ള ആശ്വാസം ഇത് ചെയ്ത് ആരും ഇല്ല എന്നുള്ളതാണ്. ഇത് പ്രസംഗിക്കുന്ന പാസ്റ്റർ ഇത് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ ഏക ആശ്വാസം. കർത്താവ് വരുമ്പോൾ അവർ പോയാൽ നമ്മളും പോകും. ഇവിടെയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തിനാന്നുള്ളതിൻ്റെ പ്രസക്തി. പൗലോസ് പറയാണ്, റോമാലേഖനം 1:5 പറയാണ്, 1:6, സകല ജാതികളിലും വിശ്വാസത്തിനനുസരണം വരേണ്ടതിന്. എന്തിനനുസരണം വരേണ്ടതിനാ? ആ ഒരൊറ്റ കാര്യത്തിനാണ് ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ സഭയ്ക്ക് ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. എന്താ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും വിശ്വാസത്തിന് അനുസരണം വരുത്തുക. There is no other purpose, no other work. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സഭയെ നിങ്ങൾക്ക് വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമെന്ന്? നോ, അങ്ങനെ ഒരു സഭയും കർത്താവ് തുടങ്ങിയിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരിടത്തും വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുമില്ല. രോഗിയായി കിടന്നപ്പോൾ പൗലോസ് പേടിക്കുമായിരുന്നു അല്ലേ? ആ ഉറുമാൽ അങ്ങ് വീശിയാൽ പോലായിരുന്നു. എപ്പോൾ പ്രാർത്ഥിച്ച രോഗിയായി കിടന്നപ്പം പൗലോസ് വന്നിട്ട് ആ ഉറുമാൽ അങ്ങ് വീശിയിട്ട് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞാൽ പോലായിരുന്നു. അവിടെ ഇരുന്ന് കരയുക. എങ്ങാനും മരിച്ചു പോയ കർത്താവ് എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം ഉണ്ടാക്കുമോ എന്ന് പേടിച്ചു. ആദ്യകാലത്തൊക്കെ നമ്മൾ സുവിശേഷം പറയാൻ പോകുന്നത് ഭയങ്കര അത്ഭുതങ്ങളായിരിക്കും. കാരണം ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെയാണ്. എന്നാൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സഭകൾ രൂപപ്പെട്ട ശേഷം അതിനകത്ത് വരുന്ന ആൾക്കാർ പിന്നെയും അത്ഭുതങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവിന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഭയ്ക്കകത്തുള്ള ടീച്ചിങ് എപ്പോഴും ക്രിസ്തുവിനെ ഉരുവാക്കുന്നതും അപ്പോസ്തലികവുമായ ടീച്ചിങ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ തന്നെ സഭ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു പ്രാർത്ഥനാ സംഘമായിട്ടിരിക്കും. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള വലിയ സഭകൾ മിക്കതും പ്രാർത്ഥനാ സംഘങ്ങളാണ്. തങ്കു ബ്രദറിനെ അന്വേഷിച്ച് കോട്ടയത്ത് പോകുന്നവർ, അവർ തീർത്ഥാടകരാണ്. കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവർ 101 വീട് തെണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ദ സെയിം മൈൻഡ്. ശബരിമലയ്ക്ക് പോകുന്നവരുടെ, തിരുപ്പതിയിൽ പോകുന്നവരുടെ അതേ മൈൻഡാണ്. ആൻഡ് ദിസ് ഈസ് ലിഫ്റ്റഡ് ആസ് ട്രൂ ക്രിസ്ത്യൻ. ഇതാണ് യഥാർത്ഥ ഭക്തി, വിശ്വാസം എന്ന ആൾക്കാർ. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ഫെയ്ത്ത് എന്ന വാക്കിന്, വിശ്വാസം എന്ന വാക്കിന് ചില അർത്ഥവ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനും പൗലോസും കർത്താവിൻ്റെ പ്രതിഫലം വിഭജിക്കുന്ന സീറ്റിന് മുമ്പിൽ പോയി നിൽക്കുമ്പം പൗലോസിനോട് കർത്താവ് ചോദിക്കും, പൗലോസെ നീ വിശ്വാസിയാണോ? ഞാൻ ഇങ്ങനൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവിനെല്ലാം അറിയാം. ഞാനൊരു എക്സാമ്പിളായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. പൗലോസ് പറയും, അതെ കർത്താവ്. നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പുറമെ ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയും, പൗലോസെ ശരിയാണ്, നീതിയുടെ കിരീടം നിനക്ക് വെച്ചിരിക്കുന്നു, നീ ഇത് കൊണ്ടുപോക്കും. അപ്പോൾ നീതിയുടെ കിരീടം കിട്ടി. പുള്ളി കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി നീ വിശ്വാസിയാണോ എന്ന് പറഞ്ഞാൽ, എന്താ വിശ്വസിച്ചത്? ഓരോ ദിവസവും വിത്ത് വൈബ്രേഷൻ പ്ലീസ് നോട്ട്, ഓരോ ദിവസവും എന്നെ നടത്തുന്ന ദൈവം, പിന്നെ ഇത്രത്തോളം നടത്തിയ ദൈവം. എന്തൊരു നടന്നു നിങ്ങൾ? ഭയങ്കര നടപ്പല്ലേ, നടപ്പോട് നടപ്പാണ്. ഇത്രത്തോളം നടത്തിയ ദൈവം. അത് ഞായറാഴ്ച കൂട്ടായ്മയാണെ പറയും കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നമ്മളെ നടത്തിയ ദൈവം. മാസക്കൂട്ടായ്മയാണെ പറയും കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളെ. ചിലപ്പം മറിഞ്ഞു പോവും, മാറിയൊക്കെ പോവും. ചിലപ്പം ചില അറിയാതെ ആഴ്ചക്കാലം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര തെറ്റാ. ന്യൂ ഇയർ സർവീസ് ആണെങ്കിൽ ഒരു വർഷക്കാലം, അതാണ് ഏറ്റവും വലിയ കാലം. നമ്മുടെ ഓർമ്മ അത്രയേ ഉള്ളൂ. പിന്നെ ഒത്തിരി നന്ദിയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരുടെ മക്കളൊക്കെ അമേരിക്കയിലൊക്കെ സെറ്റിൽഡ് ആയിരിക്കും. അവർക്ക് ഭയങ്കര നന്ദിയാണ് ദൈവത്തോട്. അവരാണ് ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്വതന്ത്രം എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടാണ്. കാരണം ആ നടപ്പാണ് ഇവർ ഓർമ്മ വരുന്നത്. പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ നടത്തി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന നടപ്പിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പാപത്തിൽ നമ്മളെ വിടുവിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ അനുരൂപതയിലേക്ക് നമ്മളെ ദൈവം കൈപിടിച്ച് നടത്തുന്ന ആ നടത്തിപ്പുറത്ത് ആരെങ്കിലും സ്വതന്ത്രം പറയുന്നുണ്ട്? പ്രിയ സഹോദരങ്ങളെ, മരിച്ചു പോയ ഒരാൾ ഇവിടെ എഴുന്നേറ്റ് വന്നാൽ വലിയ സംഭവമായിരിക്കും. പക്ഷെ അയാൾ പിന്നെയും മരിക്കും. ആ അത്ഭുതത്തിന് പോലും കുറച്ച് നാളത്തെ പ്രസക്തിയുള്ളൂ. ലാസർ മരിച്ചവനായിരുന്നു, എഴുന്നേറ്റു, പിന്നെയും മരിച്ചു. രണ്ടാമത് മരിച്ചപ്പോൾ കർത്താവ് ഞാൻ എഴുന്നേപ്പിച്ച ലാസർ പിന്നെയും മരിച്ചോ? അങ്ങനെ പറ്റത്തില്ലോ. രണ്ടാമത് വന്നോ? ഇല്ല, വിട്ടു പോട്ടെന്ന് വെച്ചു.
അപ്പം ഞാൻ കർത്താവിന് പറയും, കർത്താവ് നീ ഇത്രത്തോളം എന്നെ നടത്തി, വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇന്ന് വരെയും ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇതൊക്കെ ഭയങ്കര വിശ്വാസം കേട്ടോ. കർത്താവ് പറഞ്ഞു, ഓക്കെ. എനിക്കൊരു വീടില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ച് ദൈവം, ഞാൻ വിശ്വസിച്ചു ദൈവം എനിക്ക് തരും, തരാതിരിക്കില്ല. കാരണം എന്താ, അവൻ ആർക്കും കടക്കാരനല്ല. ഞാൻ കുറേ ട്രാക്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കടം ദൈവം വീട്ടും. എങ്ങനെ വീട്ടും? വീട് വെച്ച് തന്ന് വീട്ടും. അത് നീ പാലിച്ചു, എനിക്ക് വീട് വെച്ച് തന്നു. എൻ്റെ മക്കളെ അമേരിക്കയിലും കാനഡയിലെല്ലാം സെറ്റിൽ ചെയ്യിപ്പിച്ചു. ഞാൻ ജീവിച്ചത് മുഴുവൻ വിശ്വാസത്താലാണ്. അപ്പോൾ കർത്താവ് പറയും, ഓക്കെ എന്നാൽ പിന്നെ ശരി, ബൈ ബൈ, ടാറ്റ. അപ്പോൾ എൻ്റെ നീതിയുടെ കിരീടം സ്വർഗം. ഇപ്പം കർത്താവ് പറയും, നീ ചോദിച്ചെല്ലാം നിനക്ക് തന്നല്ലോ, നീ ചോദിച്ച മുഴുവൻ നിനക്ക് തന്നു, നടത്തിയല്ലോ, നടന്നല്ലോ, ശരിക്കും മതി. നീ ഓർക്കുന്നുണ്ടോ ആ ചെറിയ കാറിൽ ഇരുന്നിട്ട് നടുവേദനയാണെന്ന് പറഞ്ഞ് വലിയ കാറിന് വേണ്ടി ഉപവസിച്ച് അതേ കർത്താവേ നീ തരികയും ചെയ്തു, അതിൻ്റെ ലഡു ഞാൻ ചർച്ചയിൽ കൊടുത്തായിരുന്നു, താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് നടത്തിയായിരുന്നു. കർത്താവ് പറഞ്ഞു, ആ വണ്ടി ഇടിച്ചാണല്ലോ നീ ഇങ്ങ് പോകുന്നത്, നിൻ്റെ വണ്ടി അവിടെ കിടന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വലിയ ശുശ്രൂഷകനായി. മരിച്ചു പോയപ്പോൾ ശുശ്രൂഷയും പോയി. തീർന്നില്ലേ? എല്ലാം ഈ ലോകത്തിന് വേണ്ടിയായിരുന്നു, എല്ലാം സമ്പാദിക്കാൻ, എല്ലാം മാന്യത ഇവിടെ കിട്ടാൻ വേണ്ടിയായിരുന്നു. എല്ലാം ദൈവം തന്നാന്ന് വിശ്വസിച്ചു, മരിച്ചു. സ്വർഗത്തിൽ നമ്മുടെ മനസ്സിലായത് നിത്യതയിലേക്ക് ഒന്നും കരുതാതെ ഈ ലോകത്ത് പുട്ടടിച്ച് ആ കൃപയെല്ലാം അവസാനിപ്പിച്ചു. ഹൗ സാഡ്, എന്ത് പതറ്റിക് സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദർ ഇസ് നോ ഫൗണ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലൂടെ നടന്നില്ല, സഭകളിൽ അത് പഠിപ്പിച്ചില്ല. അത് സഭകളിൽ പഠിപ്പിക്കാതെ വരുമ്പോൾ ജനം കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉപജീവനത്തിലേക്ക് തിരിയും. കാരണം വേറൊന്നും അവർക്കറിയില്ല. ഇപ്പം ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ കാര്യസാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫെയ്ത്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വയറുവേദന മാറും, ദൈവം മാറ്റി തരും ബ്രദറെ. ഈ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ വിശ്വാസം വളരെ ബലഹീനമായ, പ്രയോജനമില്ലാത്തൊരു വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇങ്ങനെ പറയല്ല, ഞങ്ങൾ വിശ്വസിച്ച് പല രോഗങ്ങളും മാറിയിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ എപ്പോഴും ഇത് വർക്ക് ചെയ്യില്ല, അതാ എൻ്റെ പ്രശ്നം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ കുഞ്ഞു പിള്ളേർ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ അവർ പ്രാർത്ഥിക്കും. അപ്പനോട് പറയും, പാപ്പ എനിക്കൊരു ചെരുപ്പ് മേടിച്ച് തരണം. പപ്പ പറയും, നീ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും, യേശുപ്പച്ച ചെരുപ്പ് തരും. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പിള്ളേരോട്? അയ്യോ ഭയങ്കര വിശ്വാസം പഠിപ്പിക്കുന്നതാണ്. ഈ പിള്ളേർ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും, യേശുപ്പച്ച ഒരു ചെരുപ്പ് തരണേ. നേരം വെളുക്കുമ്പോൾ ഈ അപ്പം തന്നെ എവിടെ നിന്നെങ്കിലും ചെരുപ്പ് സംഘടിപ്പിച്ച് ബെഡിൻ്റെ അടുത്തുകൊണ്ട് വെച്ചിട്ട് പറയും, യേശുപ്പച്ച തന്നാന്ന് പറയും. ഇവൻ എത്ര നാൾ ഇത് വിശ്വസിക്കും, ഈ പറ്റിപ്പിക്കൽ പരിപാടി? അവനൊരു 5-6 വയസ്സ് വരെ വിശ്വസിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ അവന് മനസ്സിലാവും ഇത് അപ്പൻ്റെ പണിയാണ്. അത് കഴിഞ്ഞ് ഇവൻ ഈ ചെരുപ്പ് ചോദിച്ചാൽ പല കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങും. കർത്താവേ ഒന്നും പഠിച്ചിട്ടില്ല, ഇന്ന് എക്സാമാണ്, എനിക്ക് 1ാം റാങ്ക് മേടിച്ച് തരണേ. കർത്താവ് കൊടുക്കില്ല, തോറ്റുപോകും, അല്ലെ മാർക്ക് കുറവായിരിക്കും. അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വരുമ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. എൻ്റെ അമ്മയാണെങ്കിൽ, അമ്മമാരാണ് ഇതിൻ്റെ ഉസ്താദുകൾ, പിള്ളേരുടെ തലമുറയുടെ വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞ്. അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ ഈ പ്രവാചകന്മാരെല്ലാം വ്യാപരിക്കാനുള്ള പ്രധാന കാരണം. അവിടെ ഈ അമ്മമാർ വന്ന് കരയുന്ന സ്ഥലം. അവിടെ പ്രവാചകന്മാരെന്ന് പറയും, നിങ്ങളുടെ അഭിവൃദ്ധി ഇവിടെ വരാൻ പോവാണ്, ഭയങ്കര അത്ഭുതം സംഭവിക്കും. കാരണം ഈ അമ്മമാരെ ആശ്വസിപ്പിക്കാൻ വേറെ വഴിയില്ല. അവരുടെ ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പഠിക്കുന്നത് എൻ്റെ മക്കൾക്ക് വല്ലതും വരുമോന്നാണ്, പേടിയാണ്. അതുകൊണ്ട് ഈ പേടി മുതലാക്കി അവരെ ആശ്വസിപ്പിക്കും. നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴിക്കുക. ഇതവർ രാത്രിയുടെ യാമം ഏതാന്ന് പോലും അറിയാതെ കൂർക്കം വലിച്ച് ഉറങ്ങിയവരാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അവർ പറയും, ആമേൻ, അത് ഞാനാണ്. കേട്ടിട്ടില്ലേ ഇതൊക്കെ? ഇതൊക്കെ സ്ഥിരം പരിപാടി. മനുഷ്യരെ വഞ്ചിക്കാനുള്ള സ്ഥിരം പരിപാടികളിൽ പെട്ടുപോകുന്നു ഒത്തിരി പേരും. ഒന്നും നടക്കുകയില്ല, നടക്കും, നാളെ നടക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവൻ ഊറ്റിയെടുക്കും. ഈ മതം എല്ലാവർക്കും ഇഷ്ടം. ചുമ്മാ ഇരിക്കുന്ന ഒരു കൊച്ചിൻ്റെ തലയെ കൈവച്ചിട്ട് നിന്നെ മഞ്ഞുള്ള പ്രദേശം, ഇങ്ങനെ എന്താ പറയുക, എന്തൊരു പ്രയോഗം ഉണ്ടല്ലോ, മഞ്ഞ് വീഴുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പറയുമ്പോൾ ഈ കൊച്ചിന് ചുമ്മാ ഒരു ട്രിപ്പ് അവിടെ ഇരുന്നുണ്ട് മൈൻഡിൽ, ഫ്ലൈറ്റിൽ കയറി പോകുന്നു. ഈ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഫിലിം വെച്ച് ഇങ്ങനെ കാണിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പണ്ട് ഈ ഡിജിറ്റൽ അല്ലായിരുന്ന കാലത്ത് ഈ ഫിലിം റോള് വെച്ച സിനിമ കാണിച്ചുകൊണ്ടിരുന്നത്.
ഓർമ്മയുണ്ടോ? നമ്മൾ സിനിമയിൽ നിന്ന് അല്ല, കഥ അറിയാലോ ഇങ്ങനെ സംഭവം. അപ്പോൾ ഇവരിങ്ങനെ ഈ കലീഡോസ്കോപ്പ് ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തോടെ ഇങ്ങനെ സിനിമ കാണിക്കുന്ന ആൾക്കാർ റോട്ടിൽ കൂടെ നടക്കും, മണിയടിക്കും, നമ്മൾ ചെല്ലും ഇങ്ങനെ നോക്കി അത് കാണിക്കുന്നതിന് പൈസ കൊടുക്കണം. ഇതേ പരിപാടിയാണ്. റിയലായിട്ടൊന്നുമില്ല. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് കാനഡ സ്വപ്നം കാണുന്നു, പ്രവാചകൻ പ്രവചിച്ച് തകർക്കുന്നു, പോകുന്നു, കാശ് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറേ നേരത്തേക്ക് ഒരു ആശ്വാസം. പോയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനക്കുറവ്, വിശ്വാസക്കുറവ്. പോവും കേട്ടോ, അത് വേറൊരു കാര്യമാണ്. പോയിരിക്കും നമ്മൾ, അവർ പ്രവചിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പോകും. എൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സിസ്റ്റർ, കർത്താവ് ഇത് അവർ വല്ലതും കേൾക്കുമോ, എൻ്റെ ഒരു സിസ്റ്റർ മക്കളെ രണ്ടുപേരെ നീറ്റ് എക്സാമിനേഷന് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നീറ്റ് എക്സാമിനേഷൻ ഇവിടെയാണല്ലോ അവിടെ ജോലിയൊക്കെ, വേലെങ്ങും പോകുന്ന കാര്യം ആലോചിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ 2 പിള്ളേരും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതായിട്ട്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്വപ്നം. ഇവിടെ പിള്ളേരില്ല. ഇപ്പോൾ നേരത്തെ കലിങ്ങിൻ്റെ മുകളിൽ കുറേ പേര് കാണും, മുറുക്കാങ്കടയിൽ കുറേ പേര് കാണും, ഹോട്ടലിൽ നിന്ന് വർത്താനം പറയാൻ കുറേ പേര്. ഇതെല്ലാം അമേരിക്കയ്ക്കും കാനഡയ്ക്കും പോയി. ഈ പ്രവചനം കേട്ടപ്പോൾ ഈ പാവം സഹോദരി വിചാരിച്ചു ദൈവത്തിൻ്റെ ഹിതം ജർമ്മനിയാണ്. അന്ന് തന്നെ നീറ്റ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ നിർത്തി. ഭയങ്കര ഭക്തിയാണ്. പ്രാർത്ഥിച്ച് പിള്ളേരെ ജർമ്മൻ പഠിക്കാൻ വിട്ടു. 2 പേര് ജർമ്മനിക്ക് പോയി. എന്തുകൊണ്ടാണ് പോയത്? പ്രവചിച്ചുകൊണ്ടല്ലേ പോയത്. സംഗതി ശരിയല്ലേ? പക്ഷെ പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ആ ഡിസിഷൻ മാറ്റി. അങ്ങനെ ഒത്തിരി പേര് പോയിട്ടുണ്ട്. മനസ്സിലായത്? ഇത് നമ്മുടെ അധ്വാനം തന്നെയാ, അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ നാട് കടത്താനുള്ള ഒരു പ്രവചനം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ തലയെ കേൾച്ച് ആരെങ്കിലും നാട് കടത്തുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം, ഞങ്ങളുടെ പിതൃദേശത്ത് ഞങ്ങളൊരു സാക്ഷ്യം വഹിക്കും. ഇവിടെ ആളില്ല. ഒരു IPC ചർച്ച ചെന്ന് കഴിഞ്ഞപ്പം ആകെ കുറേ പ്രായമായ അപ്പച്ചന്മാർ, വലിയ ചർച്ച. അപ്പോൾ ഞാൻ പാസ്റ്റർ ചോദിച്ചു, പെന്തക്കോസ്ത് പള്ളിയുടെ അടിയുണ്ടാക്കി പിരിഞ്ഞു പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്താ ഈ ചർച്ചയിൽ ഇത്ര ആൾക്കാരുള്ളൂ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞാൽ എന്നാണെന്നറിയാം, എല്ലാം വിദേശത്താണ്. അപ്പോൾ ഈ വിദേശത്ത് പിള്ളേർ പോയി കഴിഞ്ഞാൽ, പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വേറൊരു വലിയ ഗുണമുണ്ട്. എന്താണെന്നറിയോ? അവിടെ ജോലി കിട്ടി അവിടെ സെറ്റിൽ ആയിക്കോളും. പാസ്റ്റർമാർക്ക് അത്രയും തലവേദന കുറവാണ്. ഇവരെല്ലാം പരിപാലിക്കവരുടെ വീട്ടിൽ പോകാൻ വേണ്ട. ആകെ 5-10 വീട്ടിലെ ആളുള്ളൂ. എന്നാൽ ഈ ദശാംശം കൃത്യമായിട്ട് വരികയും ചെയ്യും. ഇപ്പം ലാഭം ഏതാ? ആൾക്കാരിവിടെ ഉണ്ടെങ്കിൽ അത് ശല്യമാണ്. അവരെല്ലാം പുറകെ നടക്കണം, വഴക്കുണ്ടാക്കി. അച്ചായമാർ ചുമ്മാ ഇരിക്കുമോ? അവരങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ടിരിക്കും. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മറ്റേ ആൾ ഹല്ലേലൂയ എന്ന് ചുമ്മാ ഇരുന്ന് പറയും. അപ്പോൾ ഈ ശല്യം ഒഴിവാക്കി ഇവരെല്ലാം അങ്ങോട്ട് പോവുകയും ചെയ്താൽ അവിടെ നിന്ന് വരുമാനം ദശാംശം വരുവാണെങ്കിൽ അത് ഈസിയായി, അല്ലേ? ഇന്ന് സഭകളിൽ കെട്ടിടങ്ങൾ, അതുകൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, ആളില്ല. കുറേ കഴിയുമ്പോൾ കത്തോലിക്കർ വാടകയ്ക്ക് എടുക്കും, അല്ല മുസ്ലിങ്ങളായിരിക്കും മിക്കവാറും വാടകയ്ക്ക് എടുക്കുന്നത്. കാരണം ഈ കെട്ടിടം അല്ലാതെ അകത്ത് ആളില്ലാത്തൊരവസ്ഥയിലേക്ക് ഇതെല്ലാം പ്രവാചകന്മാർ പ്രവചിച്ച് വിട്ടതാണ് വലിയൊരു പങ്കിനെ. ഭയങ്കര കഷ്ടം. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ യുദ്ധം ചെയ്യാൻ, നമ്മുടെ തലമുറയുടെ കയ്യിലൊരു വിശ്വാസം പോലും കാണുകയില്ല. അങ്ങനെ ഇന്ന് പെന്തക്കോസ്തിലെ തലമുറകൾ 2-3 തലമുറയായി കഴിയുമ്പം എന്താണ് രക്ഷ, ആരാണ് ക്രിസ്തു, ഒന്നും അറിയില്ല. ഒന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. അവർക്കറിയാം ഇവരെല്ലാം കളിപ്പീരായി അപ്പനും അമ്മയെന്ന്. മക്കൾ പഠിച്ചു, മക്കൾക്ക് മനസ്സിലായി പ്രാർത്ഥനയുടെ കാര്യം കർത്താവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനേക്കാളും പ്രധാനം നമ്മൾ മാമോനെ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എൻ്റെ അമ്മയുടെ അപ്പൻ്റെ മനസ്സിലിരിക്കുന്ന പിള്ളേർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനാണ് നമ്മൾ ഇന്നും നാളെയുമുള്ള ഈ സെഷൻസ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒരു പ്രോപ്പർ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ ഉണ്ടാക്കാം? ഇതിന് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളല്ലാതെ വേറെ ഒന്നും നമ്മൾ സ്പർശിക്കുകയില്ല. ഓൺലി ഫ്രം ദ അപ്പോസ്റ്റലിക് ലെറ്റേഴ്സ്. ഓക്കെ, അതാണ് അതിൻ്റെ അടിസ്ഥാനം. അത് പഠിച്ച ശേഷം നമുക്ക് ഉൽപ്പത്തി മുതൽ എല്ലാം വായിക്കാം. പക്ഷേ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, ഒരു സഭയിലേക്ക് വരുമ്പോൾ ആ സഭയുടെ അടിസ്ഥാനം ഇടുന്ന അപ്പോസ്തലന്മാർ എന്താണ് സഭകൾക്ക് പറഞ്ഞു കൊടുത്തത്, അത് തന്നെയാണ് നമ്മളും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് സഭയിലും റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ പഠിച്ചിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം മനസ്സിലാക്കിയിരിക്കണം. ഓരോ സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന കൽപ്പനകളും നീതിയുടെ വെളിപ്പാടും എന്താണെന്നും ആ നീതിയുടെ അനുസരണത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് റോമാലേഖനത്തിലെ എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് വരാം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പറയുന്നു,
എന്താ പറയുന്നത്? ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴെ ആകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അപ്പോൾ ഇത്ര നേരം ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ വായിച്ചാൽ പൗലോസ് എന്താ തെളിയിച്ചത്? യഹൂദനെന്നുമില്ല, യവനനെന്നുമില്ല, എല്ലാവരും ഒരുപോലെ പാപികളാണ്. അപ്പം നമ്മൾ എവിടെ വരെ മനസ്സിലാക്കി? റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്തോ യഹൂദനെന്നും യവനനെന്നുമില്ല. അന്ന് യഹൂദനും യവനുമായിരുന്നു. ഞാൻ ഇനി വേറൊരു ഭാഷ പറയാം. പെന്തക്കോസുകാരനും അല്ലാത്തവനുമെന്നില്ല. ഏത് മനുഷ്യനും ഒരുപോലെ പാപത്തിന് കീഴെ ആണ്. അപ്പം ഞങ്ങൾ ഇല്ല ഞങ്ങൾ അതിനകത്തൊക്കെ രക്ഷപ്പെട്ടതല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വാക്യങ്ങൾ വായിക്കാം. അത് 1-ാം അധ്യായത്തിൽ നിന്നാണ്. 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 29-ാം വാക്യം വായിക്കാം. കുറേ പാപങ്ങളുടെ ലിസ്റ്റാണ്, പെട്ടെന്ന് വായിക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാപത്തിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കണ്ട, പക്ഷെ മനസ്സിൽ കരുതിയാൽ മതി, അയ്യോ ഞാനും ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, 32-ാം വാക്യം ഒന്ന് വായിച്ചേക്കാം ആദ്യം, ഒരു സമാധാനത്തിന്. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവ ന്യായം അവർ അറിഞ്ഞിട്ടും. അപ്പം ഞാൻ വായിക്കുന്ന ലിസ്റ്റിൽ ഏത് പാപം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ മരണയോഗ്യരാണ് ഇന്നും. ഓക്കെ, ഇനി നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി, അയ്യോ ഞാനും പാപിയാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പരസ്യമായിട്ട് പറയണ്ട, പെന്തക്കോസ് നിങ്ങൾ വെറുതെ വിടത്തില്ല. അടുത്തത് 29-ാം വാക്യം. അവർ സകല അനീതി അതുണ്ടോന്ന് കണ്ടുപിടിക്കാൻ പാടാ. ഉള്ളിലുണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടെന്ന് സമ്മതിക്കുകയില്ല. 2 ദുഷ്ടത, അതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. ഉണ്ട്, പക്ഷെ ആരും സമ്മതിക്കില്ല. ഞാൻ പാവമാണെന്ന എല്ലാവരുടെയും ചിന്ത. ഞാൻ പാവാന്നല്ല, അവരവർ പാവമാണ്. ഓക്കെ, അത്യാഗ്രഹം ഇതൊരു സ്റ്റാൻഡേർഡ് പാപമാണ്. ഇതില്ലാത്ത ഒരു വിശ്വാസി ഈ ലോകത്തില്ല. സത്യവിശ്വാസികളുണ്ട്, പക്ഷെ ഇന്ന് കാണുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളം തന്നെ അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം ഇല്ലാത്തവന് വിശ്വസിക്കാൻ പറ്റില്ല. അവന് വിശ്വാസിയായിട്ടല്ല കാണുന്നത്. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ബെഡ്റൂമുള്ള ഒരു വീട് പണിയാനാണോ കൂടുതൽ വിശ്വാസം വേണ്ടത്, അതോ 2 നിലയുള്ള ഒരു ബെഡ്റൂം പണിയാനാണോ കൂടുതൽ വിശ്വാസം വേണ്ടത്? ഒരു വീട് പണിയാനാണോ? ഏതിനാണ് കൂടുതൽ വിശ്വാസം വേണ്ടത്? വിശ്വസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കേണ്ടത്, പോരാടി പ്രാർത്ഥിക്കേണ്ടത് ഏതിനു വേണ്ടിയായിരിക്കും? 2 നിലയുള്ള ഏതാ അത്യാഗ്രഹം? അപ്പൊ കൂടുതൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് തന്നെ. അപ്പോൾ നമ്മൾ സഭയായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നൊരു പാപമാണ് എന്ത്? മോഹിക്ക് ബ്രദറെ എന്നല്ലേ പറയുന്നത്. എന്നാ ചെയ്യാൻ പറ്റും? കാരണം ഈ മോഹമില്ലാത്ത പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ സഭയ്ക്ക് ഗതികേടാ. ഇപ്പം ഞങ്ങളുടെ ചർച്ചിൽ കുറേ പിള്ളേരുണ്ട്. അവർ വല്ലതും വിദേശത്ത് പോയി ജോലി ചെയ്തിരുന്നെങ്കിൽ സഭയ്ക്ക് മാസാമാസം എത്ര ദശാംശം കിട്ടണ്ടായിരുന്നല്ലോ. അവർക്ക് മോഹമില്ല. അവരേതോ നാട്ടിൽ പോയി കർത്താവിന് വേണ്ടി അധ്വാനിച്ച് മരിക്കാൻ തയ്യാറായി മിഷണറിമാരായിട്ട് പോകും. അപ്പോൾ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ടൊന്നും തരില്ലെന്ന് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഏത് സഭയ്ക്ക് മുതലാവും? അപ്പോൾ അത്യാഗ്രഹികളായ വിശ്വാസികളില്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഒരു പരിപാടി നടക്കുകയില്ല. കെട്ടിടം പണിയാൻ പറ്റില്ല, ശവക്കോട്ടം മേടിക്കാൻ പറ്റില്ല, കൺവെൻഷൻ നടത്താൻ പറ്റില്ല. ഇതിനി മുകളിൽ ബാൽക്കണി പണിയാൻ പറ്റണമെങ്കിൽ ആര് വരണം? പറ. ഒന്നുകിൽ അത്യാഗ്രഹികളായ ആൾക്കാർ വെളിയിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുക്കണം. അപ്പോൾ അതിൻ്റെ ദശാംശം നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ മോഹിപ്പിച്ച് അത്യാഗ്രഹികളാക്കി അവരുടെ കയ്യിലുള്ളത് മേടിക്കണം. എല്ലാവർക്കും സന്തോഷമായോ? മനസ്സിലായോ ടെക്നോളജി? ഇതില്ലാത്ത ഒരു മനുഷ്യൻ ഇന്ന് കാണാനില്ലെന്നുള്ളതാണ്. ശുശ്രൂഷയിലെങ്കിലും നമ്മൾ അത്യാഗ്രഹികളാക്കി മാറ്റിയിരിക്കും. ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞാണ്, ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷ, ഈ തലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവർക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഈ 2000 പേരുള്ള തലത്തിലേക്ക് കയറുന്നതിനേക്കാളും ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ഒരു ശമരിയാക്കാരി സ്ത്രീ അന്വേഷിച്ച് കിലോമീറ്ററുകൾ നടക്കുന്ന ഒരു ക്രിസ്തു. ഒരു ഷണ്ണിന് വേണ്ടി ഒരു ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റ് മരുഭൂമിയിലൂടെ നടക്കും. അങ്ങനൊരു മൈൻഡ് ഉണ്ടാകുന്നതാണോ ശരിക്കുമുള്ള വളർച്ച? അതോ 10,000 പേരുണ്ടെങ്കിലേ ഞാൻ പ്രസംഗിക്കുള്ളൂ എന്ന് പറയുന്നതാണോ ശരിക്കും ക്രിസ്തുവിലുള്ള വളർച്ച? ഏതാ? അപ്പം ഞാൻ അടുത്തോട് ചോദിച്ചു, ഇതിൽ ഏതാ പ്രൊമോഷൻ?
അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാൽ ഞാൻ പ്രവചിക്കുന്നില്ല, അതുപോലെ നടക്കുന്നുണ്ട് പാസ്റ്ററെ, പക്ഷേ ഇത് ഏത് ആത്മാവിനല്ല ഞാൻ പ്രവചിക്കുന്നത്, ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. പുള്ളി പ്രവചനം നിർത്തി ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. ജോലി ചെയ്ത് ജീവിക്കാൻ നേരത്തെ കർത്താവ് പറഞ്ഞു, നീ ഇവിടെ ജോലി ചെയ്യണ്ട, നീ ഏതായാലും ഒത്തിരി ജനങ്ങളെ കുഴി ചാടിക്കാതെ പരിപാടി നിർത്തിയത് കൊണ്ട് നിനക്ക് ഞാൻ വിദേശ രാജ്യത്തേക്ക് തന്നെ വിട്ടേക്കാം. നീ കുറേ പേർക്ക് തലയൊക്കെ വിദേശ രാജ്യത്തിലേക്ക് പോകാൻ പ്രാർത്ഥിച്ച ആളാണല്ലോ, പൊക്കോ. പുള്ളി ഇന്ന് ഒരു വെസ്റ്റേൺ രാജ്യത്ത് പോയി സമ്പാദിക്കുന്നു ഡോളേഴ്സ്. എത്ര പേരെ നരകത്തിൽ വിടേണ്ട ആളാണെന്നറിയോ? അത്യാഗ്രഹികളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ? ഈ വക പ്രവർത്തിക്കുന്നവർ. നിങ്ങളുടെ ഉള്ളിൽ അത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പം കണക്ക് കൂട്ടിക്കോ, നിങ്ങൾ ആ ലിസ്റ്റിൽ പെട്ടു. അത് യഹൂദനെന്നും പ്രശ്നമില്ല, യവനെന്നും പ്രശ്നമില്ല, പെന്തിക്കോസെന്നും പ്രശ്നമില്ല, ഈ പെന്തിക്കോസ് അല്ലാത്തവനെന്നും പ്രശ്നമില്ല. ഓൾ ഗോൺ. അടുത്ത വാക്യം. ദുർബുദ്ധിയും നിറഞ്ഞവർ. ദുർബുദ്ധി അതുണ്ടോ ഇല്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം ബുദ്ധി ദുർബുദ്ധിയാ നിന്നവരാരും പറഞ്ഞിട്ടുമില്ല. അടുത്തത് അസൂയ. അതുണ്ടോ? എന്നാലും അവനൊക്കെ വളർന്നു പോകുന്ന ഒരു വളർച്ച അല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ച് എനിക്കാണെങ്കിൽ ഗതിയില്ല, പ്രാർത്ഥിക്കാത്ത അവൻ ദേ. അടുത്തത് അസൂയ ഉണ്ടോ? നിങ്ങളെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു. അടുത്തത് കൊല. പിണക്കം. കൊല നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, ആകെ വല്ല പാറ്റയോ പഴുതാരിയൊക്കെ കൊല്ലുന്നുള്ളൂ, അത് വിട്ടേക്കാം. അടുത്തത് പിണക്കം. പിണങ്ങിയിരിക്കുന്നുണ്ടോ ലോകത്ത് ആരോടെങ്കിലും? നിങ്ങൾ ഈ ലിസ്റ്റിലാണ്. എത്ര വിശ്വാസികളാണെന്നോ പിണങ്ങിയിരിക്കുന്നത്. എന്താ അവർ ചിന്തിക്കുന്നറിയോ? അവനോടൊന്നും മിണ്ടരുത്, അവനൊന്നും ശരിയല്ല, ഞാൻ നീതിമാനായോണ്ട് മിണ്ടുന്നില്ല. നിങ്ങൾ ആരോടെങ്കിലും, നിങ്ങളുടെ അപ്പനോട് അമ്മയോട് സഹോദരങ്ങളോട് അനിയത്തിയോട് അനിയനോട് അയൽവക്കക്കാരനോട് സഭയിലുള്ള ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണയോഗ്യർ. അത് പെന്തിക്കോസുകാരനാന്നുള്ള താടി പഠിച്ചാന്നുള്ള എക്സ്ക്യൂസ് അവിടെ ഇല്ല. അതായി പൗലോസ് പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് വാക്യം. കപടം. എൻ്റെ പാസ്റ്റർ എത്ര നാളായി കണ്ടിട്ട് കപടം അത്രയൊന്നും ഇല്ല. അടുത്തത് ദുശീലം. രാവിലെ എഴുന്നേറ്റ ചായ കുടിക്കാതെ ഒന്നും സാധിക്കാത്തവർ മുതൽ MDMA അടിക്കുന്നവരെ ദുശീലങ്ങളുടെ ഒരു വലിയ. അടുത്തത് കുരളക്കാർ എന്ന് പറഞ്ഞ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കുരുവിള എന്നൊന്നും വായിച്ചേക്കരുത്. കുരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു മലയാളമാണ്. അതിൻ്റെ അർത്ഥം ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നവർ, അത്രേ ഉള്ളൂ. അടുത്തത് ഏഷണി എന്ന് പറഞ്ഞൊരു വിശുദ്ധമായ പാപമാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഏഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം മോഹൻ പാസ്റ്ററെ കുറിച്ച് എനിക്കറിയാവുന്ന ആൾക്കാരുടെ പേര് സാം ബ്രദറിനോട് ഞാൻ പറയാണ്, മോഹൻ പാസ്റ്റർ നമ്മൾ ഉദ്ദേശിച്ചൊരു ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ്, കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. സാം ബ്രദർ പറഞ്ഞു, ആ ശരിയാ, നമുക്ക് പ്രാർത്ഥിക്കാം. സാം ബ്രദർ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ജോയ്സിനോട് പറയും, മോഹൻ പാസ്റ്ററെ കുറിച്ച് ചെയ്സ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. 4 പേര് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഇത് ലോകം മുഴുവൻ ചുറ്റി വരും. ഇത് ഈ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, അത് ഇംഗ്ലീഷ് ഞാൻ പറയുന്നില്ല. സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം 4 പ്രാവശ്യം ഭൂമിയെ ചുറ്റി വന്നിരിക്കുന്നതാണ്. ഇപ്പം ഗോസിപ്പ് അങ്ങനെ 4 പേര് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഇത് ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന വിഷയങ്ങൾ മിക്കതും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗോസിപ്പാ. അടുത്തത് നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. അടുത്ത പോയി. ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ഗമ കാണിക്കുന്നവർ, ആത്മപ്രശംസക്കാർ, തള്ളുന്നവർ. അടുത്തത് പുതിയ ദോഷങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്നവർ. ഇന്നിപ്പോൾ AI വന്നതോടുകൂടി ദോഷങ്ങളുടെ ബഹളമാണ്. ഞാൻ ചിന്തിക്കായിരുന്നു, ഇപ്പം കല്യാണം എന്ന് പറഞ്ഞ പരിപാടി പോലും അടുത്ത് തന്നെ നിൽക്കും. കാരണം ഈ പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയുടെ വേദനകൾ മനസ്സിലാക്കാത്ത ഭർത്താവും. എന്തിന്? നമുക്ക് എൻ്റെ അതേ സ്വഭാവം, ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ കരയുന്ന, ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ ചിരിക്കുന്ന, എൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന, എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു AI മെഷീനെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ കൂടെ കൊണ്ടു നടക്കാം. പുതിയ ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അടുത്തത് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. അത് പിന്നെ എല്ലാവരും കുറച്ച്. അടുത്തത് ബുദ്ധിയില്ലാത്തവർ, നിയമലംഘികൾ. നിയമലംഘികൾ ആരാന്നറിയാം? 2 പേര് പോകുന്ന ബൈക്കിൽ 3 പേര് പോകുന്നവർ, ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവർ, ലൈസൻസ് ഇല്ലാതെ പോകുന്നവർ, 1 വേ കട്ട് ചെയ്ത് കയറുന്നവർ, എല്ലാം നിയമലംഘികൾ, മരണയോഗ്യർ. ഇവിടെ 500 രൂപ ഫൈനാ, പക്ഷെ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് മരണയോഗ്യർ. അടുത്തത് വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. ഈ വക പ്രവർത്തിക്കും. അപ്പം ലിസ്റ്റിൽ പെന്തക്കോസ്തുകാരും ഉണ്ട്, കത്തോലിക്കരും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാം ഒരുപോലെ പാപികൾ. ആരാ പറയുന്നേ? പൗലോസ് പറയാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ പാപികളാണെന്ന്, മരണയോഗ്യരാണെന്നും ഈ ചർച്ചിനകത്തുള്ളവരല്ല പറയുന്നത്.
ഇവിടെ പറയുന്ന നാട്ടുകാർക്കും ഇതറിയാവുന്നതാണ്. നിങ്ങളൊരു ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് അറിയാൻ മേലത്തെ ആരോട് ചോദിച്ചു നോക്കി, അത്യാഗ്രഹം പാപമാണോന്ന്, പിണങ്ങിയിരിക്കുന്ന പാപമാണോ ചോദിച്ചു നോക്കുക. അവരെല്ലാം പറയും തെറ്റാണ്, തെറ്റാണ്. കാരണം മനുഷ്യ മനസാക്ഷിയിൽ ഇത് തെറ്റാന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം എഴുതിയതത്. അതുകൊണ്ട് നിയമം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തെറ്റാന്നുള്ള കാര്യം ദൈവം ഓരോരുത്തരുടെയും മനസാക്ഷിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് വിശ്വാസികളെ കുറിച്ചല്ല, അവിശ്വാസികളെ കുറിച്ചാണ്. അവർക്കിത് വെളിപ്പെട്ടിട്ടുണ്ട് മരണയോഗ്യം എന്നുള്ള കാര്യം, പക്ഷെ അവർക്കത് അനുസരിക്കാൻ പറ്റുന്നില്ല. അതേ കൂട്ടത്തിൽ തന്നെയാണ് യഹൂദന്മാരും ഉള്ളത് എന്നാണ് പൗലോസ് 2-ാം അധ്യായം വരുമ്പോഴേക്കും പറയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ആകയാൽ എന്ത്, നമുക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ? ഇത്രയും വെള്ളവസ്ത്രം ധരിച്ചിട്ടും ഇത്രയും ആഭരണം ഊരിയിട്ടും ആശുപത്രി പോകാതിരുന്നിട്ടും ക്ലീൻ ഷേവ് ചെയ്തിട്ടും പിന്നെന്താ ചെയ്യുന്നത്? ദശാംശം കൊടുത്തിട്ടും ചർച്ചിൽ കിടന്ന് ഉരുണ്ടു മറിഞ്ഞിട്ടും ഈ അസൂയ മാറുന്നില്ല, അത്യാഗ്രഹം മാറുന്നില്ല, പിണക്കം മാറുന്നില്ല, സ്വഭാവം അതുപോലെ തന്നെയുണ്ട്. എന്ത് വ്യത്യാസമുണ്ട്? ഒന്നുമില്ല. 10-ാം വാക്യം, നീതിമാൻ ആരുമില്ല. നീതിമാൻ ആരുമില്ല. അടുത്തത്, ഒരുത്തൻ പോലുമില്ല. ഒരുത്തം പോലുമില്ല. ഇന്ന് സഭകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നീതിമാന്മാരുടെ ബഹളമാണ്, പരീശന്മാരെ മൊത്തം. ഒരാൾക്കും പാപബോധമില്ല, എല്ലാവർക്കും ഭയങ്കര നീതിബോധമാണ്. അതായത് ഞാൻ നീതിമാൻ, ഞാൻ പാപിയാണെന്നൊരു ചിന്ത ഒരാളുടെ ഹൃദയത്തിൽ പോലും ക്രോസ് ചെയ്യുന്നില്ല. എങ്ങനെ നീതിമാനായത്? ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ല, മനുഷ്യനുണ്ടാക്കി വെച്ച കുറെ കൽപ്പനകൾ അനുസരിച്ചിട്ട്. അടുത്തത്, ഗ്രഹിക്കുന്നവനില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഈ ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല എന്നുള്ളത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ദൈവത്തെ അന്വേഷിച്ചു, കുറേ അന്വേഷിച്ച് നടന്നു, ചുമ്മാ തോന്നുന്നതാണ്. ദൈവം നിങ്ങളെ അന്വേഷിച്ച് വന്നത്, നിങ്ങൾ അന്വേഷിച്ച് പോയതല്ല. ഈ ദൈവത്തെ അന്വേഷിക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇങ്ങനെയാണ്. നിങ്ങൾ ബൈക്കിൽ പോകാമെന്ന് വെച്ചോ, നേരത്തെ പറഞ്ഞ ലൈസൻസും ഇല്ല, ഹെൽമെറ്റും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു വളവ് വളഞ്ഞപ്പോൾ എതിരെ നിങ്ങളുടെ ഫ്രണ്ട് വരുന്നു. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട കേട്ടോ, അവിടെ പോലീസുകാർ ചെക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഊട് വഴി ചാടിപ്പോവുള്ളൂ അല്ലേ? പോലീസുകാർ ചെക്കിങ്ങിനുണ്ടോ, എനിക്ക് അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ അവരുടെ മുമ്പിൽ കൂടെ ഈ ഹെൽമെറ്റിൽ അത് പോവില്ല. പക്ഷെ ഒരു വഴിയുണ്ട് കേട്ടോ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ആ വഴിയെ പോകാനുള്ളൊരു വഴി, ഒരു സൂത്രവഴിയുണ്ട്, അറിയാം. അത് ഉന്തിക്കൊണ്ട് പോയാൽ മതി. ഉന്തിക്കൊണ്ട് പോകാൻ പ്രത്യേകിച്ച് ലൈസൻസ് ഹെൽമെറ്റൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസുകാരൻ വഴിയിലുണ്ടെന്നറിഞ്ഞാൽ ഒരു കള്ളനും ആ വഴിയെ വരില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾക്ക് അയാൾ പാപിയാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. കാരണം ദൈവത്തെ കണ്ടാൽ മരിക്കും. അവന് വേണ്ടത് ദൈവത്തെ അല്ല, അവൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ ഒരാളെയാണ്. അവരന്വേഷിക്കുന്നത് ദൈവത്തെ അല്ല. അവർ ദൈവത്തെ അന്വേഷിക്കുന്നു തോന്നുന്നതാണ്. ഈ സഭകളെല്ലാം ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്, അല്ല, മാമോനെയാണ് അന്വേഷിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു നല്ല വീട് വെച്ചു, താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് നടത്തി. കർത്താവേ ഇത്ര നല്ലൊരു ഭവനം, വീടെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ, അത് ആത്മീക ഭാഷയല്ല. ഇത്ര നല്ലൊരു ഭവനം എനിക്ക് ഒരുക്കി തന്ന ദൈവമേ, നിന്റെ കരുണയെ ഓർത്ത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആരോടാ സ്നേഹം? എന്തിനാ ദൈവത്തോട് ഇത്ര സ്നേഹം? എന്തിനാ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനം കൊണ്ട് തന്നതിന്. അപ്പോൾ ആ സാധനം കൊണ്ട് തന്നില്ലായിരുന്നെങ്കിലോ അവിടെ നന്ദിയില്ലായിരുന്നു. അപ്പം നമ്മൾ എന്തിനാ കൂടുതൽ സ്നേഹിക്കുന്നത്? എനിക്ക് ഇത്രയും 6 ശമ്പളമുള്ളൊരു ജോലി തന്ന ദൈവം. അപ്പോൾ എന്തിനാ ഇത്ര സന്തോഷം? ദൈവത്തെ കിട്ടിയോണ്ടാണോ? ജോലി കിട്ടിയോണ്ടാണോ? എന്തിനാ സന്തോഷം? ഈ താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വലിയ വീട് വെച്ച് താങ്ക്സ് ഗിവിങ് നടത്തുമ്പം ഒരു കൂര പോലും ഇല്ലാത്ത ആൾക്കാർ അതേ സഭയിൽ നിങ്ങളുടെ കൂടെ ബിരിയാണി കഴിച്ച് ആമേൻ പറയാൻ വിധിക്കപ്പെട്ട് അവൻ തന്നെത്താൻ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇവനൊക്കെ ഇത്രയും കൊടുത്ത ദൈവമേ എനിക്കൊരു കുടിലെങ്കിലും തരാൻ. അപ്പം അവൻ ആമേൻ ശരിക്കല്ല പറയുന്നേ. എൻ്റെ കൊച്ചിന് 1ാം റാങ്ക് കിട്ടിയതിന് ലഡു എന്ന് പറയുമ്പം 10 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും തോറ്റുപോയി ഒരുത്തൻ്റെ അമ്മയും അപ്പനും അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച നടത്തി ചില ആൾക്കാർ ഇങ്ങനെ അങ്ങ് നന്ദി പറഞ്ഞു കളയും ദൈവത്തോട്. എന്താണെന്നറിയോ? കഴിഞ്ഞ ഒരാഴ്ച ഒട്ടക്കാലം അനേകം ആൾക്കാർ നിദ്ര കൊണ്ടപ്പോൾ ചില ആൾക്കാർ ഞരങ്ങിയും മൂളി ഹോസ്പിറ്റലിൽ കിടക്കും. ജീവനുള്ളവരുടെ ദേശമായ കോന്നി പട്ടണത്തിൽ നിന്നെ ആരാധിക്കുവാൻ. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ്? ചില പാസ്റ്റർമാരും പറയും, ഞങ്ങളുടെ ഒരാൾ പോലും എണ്ണം കുറയാതെ വൈബ്രേഷൻ പ്ലീസ് നോട്ട്, അതില്ലെങ്കിൽ അവിടെ രക്ഷയില്ല. അതേ സമയത്ത് അതേ ചർച്ചിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയ ആൾക്കാർ ഇരിപ്പുണ്ട്. അവരുടെ വേദന ഇവർ അറിയുന്നില്ല. ഇവർ വിചാരിക്കുന്നത് ജീവനോട് ഇവിടെ ഇരിക്കുന്ന അനുഗ്രഹം എന്നാണ്. എന്താ പറഞ്ഞതെന്നറിയോ?
കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം അനേകം വിശുദ്ധന്മാരെ നീ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നെ അവിടെ കൊണ്ടുപോകാതെ ഈ കോന്നിയിൽ തന്നെ ഇട്ടിട്ട് പോയതിന് എത്ര വൈബ്രേഷനോടെ നിന്നെ സ്തുതിച്ചാലും. കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്ന ഇതൊക്കെയാണ്. മുഴുവൻ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രാർത്ഥന മുഴുവൻ ദൈവം കേൾക്കുമായിരുന്നെങ്കിൽ കോവിഡ് വന്നപ്പോൾ ഒരൊറ്റ പെന്തക്കോസുകാരനും മരിക്കില്ലായിരുന്നു. പെന്തക്കോസുകാർ മരിച്ചവർ 2%, വന്നവരിൽ 2% മരിച്ചു. ഹിന്ദുക്കളുടെ അതേ മരണനിരക്ക് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ മുതലാളി പെന്തക്കോസുകാരനാകേണ്ടതായിരുന്നു. വേറെ ഏതോ ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ പോലും വിളിക്കാത്ത നിരീശ്വരവാദികൾ കോടികളും മില്യൺസും ബില്യൺസും ഉണ്ടാക്കുമ്പം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വൈബ്രേഷൻ. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞ് ഈ പാവം പാസ്റ്റർമാർക്ക് ദശാംശം കൊടുത്ത് ജീവിതം കഴിക്കുക. എന്നിട്ടും സുബോധം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നില്ല. ദൈവം ഇതിനു വേണ്ടി അല്ല വന്നത്. കർത്താവിൻ്റെ വിളി നിങ്ങളെ മുതലാളിമാരാക്കാനുള്ള വിളി അല്ല എന്ന് മനസ്സിലാകുന്നില്ല. അത് ബിസിനസ് നല്ലതല്ല. അപ്പൊ ദൈവത്തെ ആരും അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കുന്ന മുഴുവൻ ലോകത്തെയാണ്. അതിന് ദൈവം ഒരു ഉപകരണമായി മാറുന്നു. എനിക്കിതെല്ലാം തന്ന ദൈവമേ, അതല്ലേ? അപ്പം നന്ദി എവിടെ കിടക്കുന്നത്? ലോകത്തെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയതിൻ്റെ സന്തോഷം. അത് ദിസ് ഈസ് വാട്ട് ദ മോഡേൺ ചർച്ചസ് ഡു. ദേ നെവർ വർഷിപ്പ് ദ ലോർഡ്. They are not happy with Jesus Christ. They are only happy with the blessings. അത് കർത്താവ് കൊണ്ട് തരുന്നു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പഠിച്ച് പ്രസംഗങ്ങളുടെ ബഹളമാണ്. ഹാർവസ്റ്റ് ടി വി നോക്കി അവിടെ പ്രസംഗം, പവർ വിഷൻ നോക്കി അവിടെ പ്രസംഗം, യൂട്യൂബ് തുറന്ന് അവിടെ പ്രസംഗം, സഭയിൽ ഊടുപാടെ പ്രസംഗം. എല്ലാം ഒരു വിഷയമുള്ളൂ. വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആകെ 6 വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ഇത് വിഷയങ്ങൾ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് നീതീകരണം എന്നൊരൊറ്റ വിഷയം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര നേരമുണ്ട്? എത്ര സമയമുണ്ട് ബാക്കി? 8 വരെ ഉണ്ടോ? വെരി ഗുഡ്. അപ്പോൾ ഈ കഥ പറയാം. ഞാൻ ദൈവത്തിന് എൻ്റെ മക്കളെ 2 പേരെ ചുമ്മാ കേട്ടോ, കഥയാണ്, കാനഡയിലോട്ട് വിടാനാണ് എൻ്റെ ആഗ്രഹം. ഞാനതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പാസ്റ്റർമാർ വന്നു, പ്രവാചകന്മാർ വന്നു, അവർക്കെല്ലാം നല്ലപോലെ കാശ് കൊടുത്തു. നല്ലപോലെ കാശ് കൊടുത്താലേ അത് നല്ലപോലെ പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ച് ശാസിച്ച് അന്യഭാഷ പറഞ്ഞ് അറ്റ്ലാന്റിക്കിൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിനെയൊക്കെ ഓടിച്ച് ഇവിടെ വിസയുടെ സൈൻ ചെയ്യുന്ന ആളുടെ മേൽ വ്യാപരിക്കുന്ന പോരാട്ടത്തെ വരെ അഴിച്ച് കഷ്ടപ്പെട്ട് കാനഡയിൽ വിസ വരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, കാനഡയിൽ ഇപ്പോൾ ജോലിയില്ലാതെ മലയാളി പിള്ളേർ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്, അങ്ങോട്ട് വിടല്ലേ. അപ്പം ഞാൻ മാറ്റി, ഞാൻ ഓസ്ട്രേലിയയിലോട്ട് തിരിച്ചു. അപ്പോൾ എൻ്റെ പ്രാർത്ഥന എങ്ങനെയായി? കർത്താവ് എൻ്റെ മക്കളെ കാനഡയിലോട്ട് വിടണ്ട, ഓസ്ട്രേലിയ. അപ്പം ഇതുവരെ കർത്താവ് എന്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു? ഇതുവരെ കർത്താവ് ദുരാത്മാക്കളൊക്കെ ഒതുക്കി ശരിയാക്കി സെറ്റപ്പ് ചെയ്ത് വിസ ഒപ്പിടാൻ നേരത്താണ് ഞാൻ തിരിയുന്നത്. ഞാൻ ഉടനെ കാനഡ മാറ്റി ഓസ്ട്രേലിയ ആക്കിയപ്പോൾ പാവം ദൈവം എന്തു ചെയ്യും? ദൈവം ഓസ്ട്രേലിയക്ക് തിരിഞ്ഞേ പറ്റൂ. നമ്മൾ തിരിച്ചിരിക്കും. അപ്പം ദൈവത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവിടെ ഒരു ദൈവം ഇല്ല. അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സെൽഫ് ഇമേജിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അതാ പറഞ്ഞത്, ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല. ഇതിന് തിയോളജിയിൽ പറയുന്നത് ഇൻകർവേറ്റസ് ഇൻ സേ എന്നാണ്. അതായത് വളഞ്ഞ അന്വേഷണം. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, കർവെന്ന് പറഞ്ഞാൽ അറിയാലോ, വളവെന്ന് അല്ലേ. ഇൻകർവേറ്റസ് ഇൻ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ദൈവത്തെ അന്വേഷിച്ചാൽ അത് വളഞ്ഞു വരും. എവറിത്തിങ് ദാറ്റ് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. അതിനർത്ഥം എന്താ? നമ്മളൊരു ഗ്ലോബിന് മുകളിൽ കൂടെ ഒരു ഉറുമ്പ് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ചിന്ത ഞങ്ങൾ നേരെ നടക്കുന്നതാണെങ്കിലും അത് വളഞ്ഞ് നമ്മുടെ പഴയ സ്ഥലത്ത് വരും നമുക്കറിയാം. അപ്പോൾ ഉറുമ്പ് എന്തിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്? അതിനെ തന്നെയാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് അവസാനം കിട്ടുന്ന നമ്മുടെ അതേ സ്വഭാവമുള്ള, എൻ്റെ അയൽക്കാരൻ എന്നോട് നല്ല മര്യാദയ്ക്കല്ല പെരുമാറുന്നത്, അവനെ ഒതുക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ദൈവം. We are creating God in our own image and likeness. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ അതേ സ്വഭാവം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഇഷ്ടമില്ലാത്തവരെയൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല. അറിയോ അത്? നിങ്ങൾക്ക് നരേന്ദ്രമോദി ഇഷ്ടമില്ല, ദൈവത്തിന് ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ ഇവൻ പ്രധാനമന്ത്രി ആകുന്നു നമുക്കറിയത്തില്ല. ദൈവത്തിന് ഇഷ്ടമില്ല നമുക്ക് ഉറപ്പല്ലേ? ഉറപ്പാണോ?
അപ്പം ഞാൻ ചിന്തിക്കുന്ന അതുപോലെ ചിന്തിക്കുന്ന ഒരു ദൈവം. തിരിച്ചു ചിന്തിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. നമ്മളെങ്ങനെ നമ്മുടെ അതേ സെൽഫ് ഇമേജ് നമ്മൾ ആ പാസ്റ്റർ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് അല്ലേ? എത്ര സിമ്പിളായ ദൈവം. നമ്മുടെ അതേ സ്വഭാവം. ഈ നമ്മുടെ അതേ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ എന്ത് പറയും നമ്മുടെ പാപത്തെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റും? നമുക്ക് പരിപാടിയില്ലേ പാപത്തെക്കുറിച്ച്? നോ. കാരണം അത് ശല്യമാണ്. എങ്ങനെ അങ്ങനെ ഒരാളുടെ കൂടെ നടക്കും? എനിക്ക് ഒരിക്കലും കയറാൻ ഇഷ്ടമില്ലാത്ത ഇടുക്ക് വഴിയിലൂടെ എന്നെ ഒരാൾ നിർബന്ധിച്ചാൽ ഞാൻ എങ്ങനെയാ വഴിയെ പോകും? അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെയുള്ള നടപ്പ് വേണ്ട, വീട്ടിലോട്ട് വരണ്ട, ഒരു വാക്കുമതി. ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് കുറേ പദ്ധതികളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വഴിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. ദിസ് ഈസ് വാട്ട് വി ആർ സേയിങ്. ഇന്ന് കർത്താവിൻ്റെ ശത്രുക്കളായ ഒരു കൂട്ടം വിശ്വാസികളാണ് സഭയിൽ കിടന്ന് തുള്ളുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആത്മാവല്ലേ തുള്ളിക്കുന്നത്. ആ നിർബന്ധമൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഡ്രം അടിക്കുമ്പം ടപ്പ് 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 ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ പോകും. അപ്പോൾ ഇവർ സ്റ്റേജിൽ നിന്ന് പറയും വിട്ടുകൊട്. പ്രിയ മക്കളെ, വിട്ടുകൊടുക്കല്ലേ. നിങ്ങളവിടെ വിട്ടുകൊടുക്കരുത്. കൊടുത്താൽ പോയി, വേറെ എങ്ങോട്ടും പോവില്ല. ഉന്മാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മ്യൂസിക് ഉപയോഗിക്കുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ എക്സ്റ്റസി. എക്സ്റ്റസിയിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഡ്രം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നമ്മൾ അതിനകത്തോട്ടും കയറി. നമ്മൾ ഈ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക നല്ല. വി ആർ എൻജോയിങ് ആൻ അനുഭൂതി. ഉന്മാദം. ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്. പക്ഷെ അന്യഭാഷ പറയാൻ എനിക്കിങ്ങനെ എങ്ങും ചാടി പട്ടപ്പെടാന്ന് പോകേണ്ട കാര്യമില്ല. കാരണം ആത്മാവ് ഉച്ചരിക്കാൻ തരുന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാട്ടിൻ്റെ ഏണി വെച്ച് തരുമ്പോൾ അവസാനം ഉന്മാദത്തിൽ വന്നിട്ട് ഞാൻ എന്താ പറയുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഏത് സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു അറിയത്തില്ല. എനിക്ക് ഈ ഉന്മാദത്തിൻ്റെ ടെക്നിക്ക് മനസ്സിലായത് ഞാൻ അരുണാചൽ പ്രദേശിൽ പോയപ്പോഴാണ്. അവിടെ ഈ ബുദ്ധിസ്റ്റ് കൺവേർട്സ്, അവിടുത്തെ പിള്ളേർ ഒത്തിരി പേര്, കോളേജ് പിള്ളേരൊക്കെ ഈ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഇവർ ബോധം കെട്ടങ്ങ് വീഴും. ബോധം കെട്ടല്ല വീഴുന്നേ, ബോധമുണ്ട്, പക്ഷെ വീണ് കിടക്കും, എഴുന്നേക്കില്ല. അപ്പോൾ ഈ സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആൾക്കാർ മുമ്പോട്ടും പുറകോട്ടൊക്കെ തെറിച്ച് വീഴുന്ന പരിപാടി. അപ്പോൾ എൻ്റെ കൂടെ ഒരു IPCയിലെ പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ല, എനിക്കും ഇല്ല കേട്ടോ. അപ്പോൾ പുള്ളി വിചാരിച്ച് ഇത് വീണ് കിടക്കുന്നയാൾ ഭൂതം കയറിയതുകൊണ്ടാണ്. കാരണം വീഴുന്ന ആരാ സാധാരണ? ഭൂതം. അപ്പം ഞാൻ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ പേരെന്താ ചോദിച്ചു. നീ ആരാ ചോദിച്ചപ്പം അവൻ്റെ പേരാ പറയുന്നത്. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞാൽ അവനെ പുറത്താക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഇങ്ങനെ ബോധം കിട്ടി താഴെ കിടക്കും. അപ്പം നീ ആരാ ചോദിക്കും. ഞാൻ ചെയ്സാന്ന് പറഞ്ഞാൽ യേശു നാമത്തിൽ പോകാൻ പറഞ്ഞാൽ പിന്നെ ചെയ്സ് ഉണ്ടോ? അപ്പോൾ ഈ പാസ്റ്റർ നോക്കിയപ്പോൾ ഭൂതത്തെ പുറത്താക്കണേ, ഭൂതത്തെ കാണുന്നില്ല, ഇവൻ തന്നെയാണ് കിടക്കുന്നത്. അല്ലേ ഞാൻ വല്ല ഇവൻ്റെ പേര് പറയുവാണെങ്കിൽ വല്ല യക്ഷിയാന്നോ മാടനാന്നോ കോടനാന്നോ പറയുവാണെങ്കിൽ അതിനെ പുറത്താക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവൻ്റെ തന്നെ പേര് പറഞ്ഞാൽ ഇവനെ എങ്ങനെ പുറത്താക്കും? അവസാനം ഞാൻ ഒരുത്തനെ വലിച്ച് പിടിച്ച് കസേര കൊണ്ട് ഇരുത്തി. അവൻ ഇങ്ങനെ ട്രാൻസിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അവനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് കരയും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കഴുത്തിന് ഭയങ്കര വേദന. ഞാൻ പറഞ്ഞു നോക്കെ എന്തുകൊണ്ടാണ് വേദന? പണ്ട് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുത്തിനൊരു തട്ട് കൊടുത്തിട്ടുണ്ട്, അത് ദൈവം ക്ഷമിച്ചോ എന്ന് സംശയമാണ്. ക്ഷമിച്ചോ നിങ്ങൾ പറ. പക്ഷെ ഇവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടത്, അത് സൈക്കോളജിക്കലാ. ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങളെല്ലാം, കടും ചുവപ്പായിരുന്ന പാപങ്ങളെല്ലാം മായ്ക്കുന്ന യേശുവിൻ്റെ രക്തം അതെല്ലാം കഴുകി വെടിപ്പാക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട് പാസ്റ്റർ. കുറച്ചു നേരം കഴിഞ്ഞ് പറഞ്ഞു, ഇപ്പോൾ ക്ലീൻ ആയതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി സൈക്കോളജിക്കലാണ്. പുള്ളി പറയാ, ഇല്ല ഇപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ അകത്തുനിന്നൊന്നും വരുന്നില്ല. നമ്മൾ എന്തു പറഞ്ഞാലും അവർ സമ്മതിക്കും. കാരണം എംറ്റി ട്രാൻസ്, അത് എംറ്റി അനുഭൂതി, വേറൊന്നുമില്ല. വിട്ടുകൊടുത്തേക്കുവാ മൈൻഡ്. ആർക്ക് വേണമെങ്കിലും പറയാം, നിൻ്റെ വീടൊരു മലയുടെ മുകളിലല്ലേ? ആണ് പാസ്റ്റർ. പുള്ളി സങ്കല്പിച്ചുണ്ടാക്കിയോളൂ. ട്രാൻസ്, ഇതിനെയാണ് നമ്മൾ അനുഭൂതികളുടെ
ഇതിനകത്തോട്ട് കയറ്റിവിട്ടത് ആത്മാവാന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? പരിശുദ്ധാത്മാവാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൺഫസ് ചെയ്യണം. ഈ സഭകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറയാതെ ഉന്മാദമാകുമ്പോൾ അത് ആത്മാവാന്ന് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. എ സ്പിരിറ്റ് ദാറ്റ് കൺഫസസ് ജീസസ് ക്രൈസ്റ്റ്, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ട്രാൻസ്ലോട്ട് പോകുമ്പോൾ കർത്താവിനെ കുറിച്ച് ഒരാൾ പറയുന്നതെങ്കിൽ ഓക്കെ, പക്ഷെ കർത്താവിനെ കുറിച്ച് അല്ല അവർ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേജിൽ നിന്ന് അവർ ഭയങ്കരമായിട്ട് കർത്താവിൻ്റെ ക്രൂശ രക്തം എന്നൊക്കെ പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരുടെ കൂടെ ഊടാടി സഞ്ചരിക്കുമ്പോൾ അവർക്ക് കർത്താവിനെ ക്രൂശിനെ ഒന്നും ഓർമ്മ വരില്ല. അവർ പറയുന്നത് തണുപ്പുള്ള ദേശം, എയറോപ്ലെയിനിലെ യാത്ര, രാത്രിയുടെ കണ്ണുനീർ, യാമങ്ങളിലെ കണ്ണുനീർ, ഇതൊക്കെ കാണുള്ളൂ. ആ സമയത്ത് അതേ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് ദെയർ സ്പിരിറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ദേ കനോട്ട് സീ ദ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. ദേ കനോട്ട് സീ ദ റിച്ചസ് ഇൻ ഹെവൻ. ദേ ക്യാൻ ഓൺലി സീ ദ വേൾഡ്ലി തിങ്സ്. എന്നിട്ട് നിങ്ങളെ അതിലോട്ട് തള്ളിവിടുക. മോഹിക്ക്, ഞാൻ പ്രാർത്ഥിക്കാം, നിന്നെ അവിടെ വിടാം. അപ്പോൾ അവർ കാണിച്ചു തരുന്ന പ്രവാചകന്മാർ എന്താ കാണിച്ചു തരുന്നത്? ദേ ആർ ഷോയിങ് യു ദ വേൾഡ് ആൻഡ് ദേ ആർ പ്രിറ്റൻഡിങ് ദാറ്റ് ദ വേൾഡ് ഈസ് ഗുഡ് ഫോർ യു. ഈ ഭൂമി അടുത്ത വർഷം നന്നാവും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? എനിക്കൊരു വിശ്വാസമില്ല. അടുത്ത വർഷം പുതിയൊരു വൈറസ് വന്നുകൂടെ? വി ക്യാൻ ഗോ എനി ടൈം. എല്ലാ സമയത്തും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒറ്റച്ചാട്ടം 18-ാം വാക്യം വായിക്കാം. 19-ാം വാക്യം വായിക്കാം. ന്യായപ്രമാണം പറയുന്നത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം എല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് തന്നെ. അപ്പൊ ന്യായപ്രമാണം എന്താ പറയുന്നത്? പെന്തക്കോസുകാരനുമില്ല, യഹൂദനുമില്ല, യവനുമില്ല, എല്ലാവരും ഒരുപോലെ പാപികളാണ്. എന്തിനങ്ങനെ പറയുന്നത്? സർവ്വവായും അടഞ്ഞ് സകല ലോകവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് തന്നെ. അപ്പം ഞാൻ ഒരു വിശുദ്ധിയുടെ പ്രസംഗകനാണേ. എക്സാമ്പിൾ, ഞാൻ എപ്പോഴും വിശുദ്ധിയെക്കുറിച്ച് പറയും. നിങ്ങളൊന്നും വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ എല്ലാവരും നരകത്തിൽ പോകും. പെന്തക്കോസ്തിൽ 2 തരം പ്രസംഗങ്ങളുള്ളത്. ഒന്ന്, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. ഇത്ര നേരം നമ്മളൊന്നും ഇല്ലായിരുന്നു, ഇപ്പം ഇറങ്ങി വന്നേ ഉള്ളൂ. അതാണ് ഒരു പ്രസംഗം. രണ്ടാമത്തെ പ്രസംഗം, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ, വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിന്നെ എല്ലാം നരകത്തിലിടുന്ന ഒരു ദൈവം. ഇത് കേട്ടിട്ടുണ്ടോ? ചൂടൻ പ്രസംഗങ്ങൾ. നമ്മൾ പറയും ഇത്രയും പ്രോസ്പെരിറ്റി തിയോളജിയൊക്കെ എടുത്ത്, ബ്രദറെ ഇങ്ങനത്തെ പ്രസംഗമാണ് ഇന്ന് ആവശ്യം. കേട്ടിട്ടുണ്ടോ ഇത്? എങ്ങനത്തെ പ്രസംഗം? മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ. ഈ പ്രസംഗം ഇഷ്ടമാണോ? ഞാനിങ്ങനെ പറയാൻ പോട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പ്രസംഗിക്കുക, നിങ്ങളെല്ലാവരും വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ എല്ലാവരും നരകത്തിൽ പോകും. കേട്ടോ? ഇനി നിങ്ങൾ എന്നോട് ചോദിച്ചേ, പാസ്റ്റർ സ്വർഗത്തിൽ പോകും ചോദിച്ചേ. ഞാൻ പോവും. കാരണം എന്താ? ഞാൻ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നത്. ഇതല്ലേ പാസ്റ്റർമാരെല്ലാം പറയുന്നത്? ഓക്കെ, അതിനിപ്പോൾ സ്വർഗത്തിൽ പോകാൻ ഇനി ആരെ പോലെ ആയാൽ മതി? ആരെ പോലെ ആയാൽ മതി? എക്സാക്ട്ലി. നിങ്ങളാരും പോവില്ല, ഞാൻ പോവും. അപ്പോൾ നിങ്ങൾ എന്നെ പോലെ ആയ പോരെ? ഓക്കെ, അപ്പോൾ വീട് വിറ്റ് സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണ്ട, ഇടർച്ച വരുന്ന കണ്ണ് ചൂടുന്നിടത്ത് കളയണ്ട, ആരെ പോലെ ആയാൽ മതി. ഏതോ ഉപദേശം ശരി? എല്ലാം തെറ്റല്ലേ? ആണോ? എൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ക്രിസ്തുവിൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞൊരു സാധനമേ ഉള്ളൂ. ഒൺലി ക്രൈസ്റ്റ് ഈസ് ഹോളി. ഇപ്പം ഞാൻ ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് പോകാൻ നേരത്തെ കാശ് തന്നപ്പം, എക്സാമ്പിൾ കേട്ടോ, ഞാൻ സൂത്രത്തിലൊന്ന് എണ്ണി നോക്കി, പോരാ, ഇവന്മാർ ഇത്രയൊക്കെ തരുന്നുള്ള, പോട്ടെ മതി, സ്തോത്രം. വീട്ടിൽ ചെന്നിരുന്ന് ഞാൻ ആലോചിക്കുകയാണ്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഈ മോഹം കിടപ്പുണ്ട്. ബൈബിൾ നോക്കും പറയാം നീയും പോക്ക. അപ്പോൾ ആകെ തുറന്നിരുന്നൊരു വായി പുള്ളിയുടെ ആയിരുന്നു, അതും അങ്ങ് അടഞ്ഞു. എങ്ങനെ അടയുന്നത്? തിരുവെഴുത്ത് നമ്മളോട് പറയുന്നു എല്ലാം പാപികളാണ്. അപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞാനും പാപിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ വായ അടഞ്ഞു. യെശയ്യാവിൻ്റെ കഥയാണ് അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് ഈ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല പ്രവചനമൊക്കെ ആയിരുന്നു, ഭയങ്കര പ്രവചനമായിരുന്നു. അതുവരെ യെശയ്യാവ് വിചാരിച്ചിരുന്ന, ഇന്നത്തെ പ്രസംഗകരെ പോലെ തന്നെ യെശയ്യാവ് വിചാരിച്ചിരുന്നത്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്കെല്ലാം എന്തൊക്കെയോ പ്രോബ്ലങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്, ഇതാ കേട്ടോ, പിടിച്ചോ, പ്രസംഗം ഇന്നോടെ നന്നായിക്കോ.
പക്ഷേ ദൈവത്തിൻ്റെ ദർശനം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാനും അവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാം കണക്കാണ്. എൻ്റെ കയ്യിലൊരു സൊല്യൂഷനും ഇല്ല. ഇത് മനസ്സിലായ ശേഷമാണ് നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ച് യെശയ്യാവിന് ഒരു പ്രത്യേക ദൂത് ദൈവം കൊടുക്കുന്നത്. ആ പ്രത്യേക ദൂത് എന്താണെന്നറിയോ? മെശിഹായെക്കുറിച്ചുള്ള ദൂതാണ്. 7-ാം അധ്യായം തൊട്ടാണ് യെശയ്യാവ് മെശിഹായെക്കുറിച്ച് പ്രവചിക്കുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, മുമ്പോട്ടുള്ള പ്രവചനങ്ങൾ മുഴുവൻ. കാരണം അതിനു മുമ്പ് അവന് മനസ്സിലാകണമായിരുന്നു, ഹീസ് നോട്ട് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ, ഹീസ് ഓൾസോ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. എങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷനായ ക്രിസ്തുവിലേക്ക് നോക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ടുഡേയ്സ് ചർച്ചസ് ആർ ഫിൽഡ് വിത്ത് സെൽഫ് റൈച്ചസ് പീപ്പിൾ ഹു തിങ്ക് ദേ ആർ റൈച്ചസ്. അവർ ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് നോക്കേണ്ട കാര്യമില്ല. ദേ ഡോണ്ട് നീഡ് ക്രൈസ്റ്റ്. കാരണം ദേ ആർ ലൈക്ക് ദാറ്റ് 99 ഷീപ്പ് ഇൻ ദ ഡെസേർട്ട്. അവർ ഓൾറെഡി നീതിമാന്മാരാണ്. അവരുടെ നീതിയുടെ സിംഹാസനത്തിൽ ഇരുന്ന് മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. അവർക്ക് സ്വയം പാപം കണ്ടെത്താൻ കഴിവില്ല. അവർക്ക് ക്രിസ്തുവിനെ വേണ്ട. അതുകൊണ്ടാണ് ഇന്ന് അലറി വിളിക്കുന്ന സുവിശേഷം കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുന്നത്. പിന്നെ കുറെ കഴിയുമ്പം മനസ്സിലാകുന്ന എല്ലാം കണക്കാണ്. അപ്പം ന്യായപ്രമാണം തന്നെ ഈ പ്രസംഗകരുടെ വായ അടച്ചു കളയുന്നതാണ് പൗലോസ് പറയുന്നത്. എത്ര മനോഹരമാണല്ലേ. എന്നിട്ട് പറയാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് തന്നെ. എന്തിനാ അങ്ങനെ ആക്കുന്നത്? എല്ലാവരുടെയും കരുണ കാണിക്കാൻ വേണ്ടിയാണ്. അതിനെന്തിനാ എല്ലാവരെയും ശിക്ഷായോഗ്യരാക്കുന്നത്? ഉദാഹരണത്തിന് ആരുടെ എക്സാമ്പിൾ പറയണം? ഇവിടെ വിനോദ് ബ്രദറിൻ്റെ എക്സാമ്പിൾ ആയിക്കോട്ടെ. ഞാനും പുള്ളി 2 പേര്. വിനോദ് ബ്രദർ വളരെ നല്ല ജീവിതം ജീവിച്ച വളരെ മര്യാദക്കാരനായ നല്ലൊരു മനുഷ്യൻ. ഞാൻ ഭയങ്കര ഉഴപ്പൻ, കള്ളുകുടി, കഞ്ചാവടി, പിന്നെന്തൊക്കെയാണ് വേണ്ടേ, മോഷണം, കള്ളം പറച്ചിൽ, തട്ടിപ്പ്, എല്ലാ പരിപാടികളുള്ള ഒരു റൗഡി, 420. അപ്പോൾ വിനോദ് ബ്രദർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, മര്യാദയ്ക്ക് ജീവിക്കണം, സ്വർഗത്തിൽ പോകണ്ടേ, മര്യാദയ്ക്ക് ജീവിക്കും. ഞാൻ പറയാം വേണം. പക്ഷെ ഞാൻ പഴയ പോലെ തന്നെയാണ്. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ആ സമയം വന്നു. ഞങ്ങളിൽ ഒരാൾ സ്വർഗത്തിലേക്കും മറ്റൊരാൾ നരകത്തിലേക്കും പോകും. ആരെ സ്വർഗത്തിലോട്ട് പോകുന്നേ? ആരായിരിക്കും? ന്യായമായിട്ടല്ലേ? ഞാൻ നരകത്തിലോട്ടും പോകും. അപ്പം വിനോദ് ബ്രദറിൻ്റെ പറയാണ്, അന്നേ ഞാൻ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ജീവിക്കടാ, സ്വർഗത്തിൽ പോകണം. നീ തോന്നിയ പോലെ ജീവിച്ച് മോഷ്ടിച്ച് കള്ളം പറഞ്ഞ് ഈ കോലത്തിലായി ഇപ്പോൾ ദേ നരകത്തിലോട്ട് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, വിനോദ് ബ്രദർ, ഇനി നീ എന്നോട് ഇങ്ങനെ പറയരുത്. നീ എന്ന് വിളിച്ചല്ല കേട്ടോ, എക്സാമ്പിൾ ആട്ടോ. കാരണം താങ്കൾ സ്വർഗത്തിലും ഞാൻ നരകത്തിലും പോയാൽ അത് ദൈവത്തിൻ്റെ നീതിയല്ല. അപ്പോൾ വിനോദ് ബ്രദർ, അതെന്താ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എനിക്ക് എത്രയോ ഇഷ്ടമുണ്ടായിരുന്ന മീശ വടിച്ചു കളഞ്ഞത്. എൻ്റെ ഭാര്യ എത്രയോ കഷ്ടപ്പെട്ടാണ് ആ താലിമാല ആഭരണം പൊട്ടിച്ച്. ഞാൻ കഷ്ടപ്പെട്ട് നീതിമാനായ ആളാണ്. ഈ പുള്ളി അങ്ങനെയല്ല. ഞാൻ ഈ ആളെ പോലെയോ ശേഷം മനുഷ്യരെ പോലെയോ ഒന്നുമല്ല. ഇപ്പം മനസ്സിലായില്ലേ കണക്ഷൻ? സോറി കേട്ടോ, എക്സാമ്പിളാണ്. അപ്പം ഞാൻ പറയും, വിനോദ് ബ്രദറെ, നിങ്ങളൊരു നല്ല കുടുംബത്തിൽ ജനിച്ചു, നിങ്ങളെ നേർവഴി പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നു, നല്ല സ്കൂളിൽ പഠിച്ചു, നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞാൻ തെരുവിൽ വളർന്നു. എൻ്റെ അപ്പനും അമ്മ ആരാന്ന് എനിക്കറിയത്തില്ല. എന്നെ വളർത്തി ഡ്രഗ് അഡിക്ട്സാണ്. സ്നേഹം എന്താ, കരുണ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ മോഷ്ടിക്കണമായിരുന്നു. ഞാൻ ഇതാണ് പഠിച്ചത്, നിങ്ങൾ അതാണ് പഠിച്ചത്. ഞാൻ നിങ്ങളുടെ വീട്ടിലും ഞാൻ ജനിച്ച തെരുവിലുമാണ് ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ മര്യാദക്കാരനായി സ്വർഗത്തിലേക്കും നിങ്ങൾ പാപിയായി നരകത്തിലേക്കും പോവുകയില്ലായിരുന്നോ? അപ്പം ശരിക്കും പ്രതി ആരാ? എന്നെ വിനോദ് ബ്രദറിൻ്റെ പോലൊരു വീട്ടിൽ ജനിപ്പിക്കാതിരുന്ന ദൈവമല്ലേ? മുഴുവൻ കേൾക്കണേ. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരനുണ്ട്. ഈ ബാക്കിലിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് എല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയോടും മക്കളോട് ചോദിച്ചു, ഇദ്ദേഹം എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്? എനിക്ക് 92 മുതൽ അറിയാവുന്ന ആളാണ്, ഇതുവരെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല, അടുത്തറിയാവുന്ന ആളാണ്. അവർ പറഞ്ഞു, ഞങ്ങളും കണ്ടിട്ടില്ല, ഭാര്യയും കണ്ടിട്ടില്ല, മക്കളും കണ്ടിട്ടില്ല, ഇയാൾ ദേഷ്യപ്പെടുന്നു. പക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പുള്ളി അങ്ങനെയാണ്. എൻ്റെ ഉള്ളിലാണ് അഡ്രിനാലിൻ്റെ ബഹളമാണ്, പുള്ളിക്ക് അത്ര അഡ്രിനാലിനില്ല. എൻ്റെ ജനറ്റിക്സ് തന്നെ പ്രശ്നമാണ്, എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ് എനിക്ക് കിട്ടുള്ളൂ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും പല സാഹചര്യത്തിൽ ജനിപ്പിച്ചിട്ട്, പല അവസ്ഥയിലാക്കിയിട്ട്, പല സ്വഭാവങ്ങൾ കൊടുത്തിട്ട്, പല സാഹചര്യങ്ങൾ കൊടുത്തിട്ട് എല്ലാവരോടും ഒരുപോലെ നീതിമാന്മാരാകാൻ പറഞ്ഞാൽ ഇതെന്ത് ന്യായം, എന്ത് നീതി? മനസ്സിലായോ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ നിങ്ങൾ തർക്കിക്കണ്ട, എല്ലാം പോക്ക. ഞാൻ ഈ പ്ലേയിങ് ഫീൽഡ് ലെവലാക്കി വെച്ചിരിക്കുക. വിനോദ് ബ്രദർ ഇപ്പോൾ വിചാരിക്കുന്ന സ്വർഗത്തിൽ പോകുന്നല്ലേ, നീ പോകുന്ന അതേ നരകത്തിൽ അവനും ഒരു സീറ്റുണ്ട്. സോറി കേട്ടോ, കഥയാണ്. ഇതാ ഇവിടെ പറയുന്ന സകലരെയും ഒരുപോലെ ആക്കിയിട്ട് കർത്താവ് പറയാണ്, വിശ്വസിച്ചാൽ രക്ഷിക്കാം. ഏതാ നീതി? നീതി ഏതാ പറ? പ്രവൃത്തിക്കാരനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണോ നീതി, അതോ വിശ്വസിക്കുന്നവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണോ നീതി? പറ, ഉറപ്പാണോ? അപ്പോൾ ദൈവത്തിനാണോ ബുദ്ധി, നമുക്കാണോ ബുദ്ധി? പ്രവൃത്തി വെച്ച് ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ കുറെ മലയാളി പെന്തക്കോസ്തുകാർ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. അതിന് ഞാനൊരു കാരണം പറയാം. മലയാളികൾക്കുള്ളതാണ് സ്വർഗം, വേറെ ഒരു കൂട്ടരും അവിടെ ഉണ്ടാവില്ല പ്രവൃത്തി വെച്ചാണെങ്കിൽ. അതിനൊരു കാരണം ഞാൻ പറയാം. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ബ്രദറും സുവിശേഷകനുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നു. ഇപ്പോൾ ബ്രദറുകാർ ഉടക്കാൻ തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ബ്രദറുകാർക്ക് ഈ ആഭരണം ഇടാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നിർബന്ധമാണ്. പെന്തക്കോസ്തുകാരനെ എവിടെയെങ്കിലുമൊക്കെ അനുവദിക്കുമെങ്കിലും ബ്രദറുകാർ ഒട്ടും അനുവദിക്കില്ല. അപ്പോൾ അവിടെ കുറച്ച് പേര് സ്നാനപ്പെടാൻ റെഡിയായി, പക്ഷെ അവർക്ക് ആഭരണം ഊരാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ബ്രദറുകാർ, നിങ്ങൾ ആലോചിച്ച് എന്താണെന്ന് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇവരുടെ ഒന്നും കാര്യത്തിൽ ഇടപെട്ടാൽ ശരിയാവില്ല. ഉടനെ പുള്ളി എന്ന് അവിടുത്തെ മറ്റ് ബ്രദറുകാരോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവർ റെഡിയായി വരുന്നുണ്ട്, ഭർത്താക്കന്മാർ വിശ്വാസി വന്നിട്ടില്ല, അപ്പം ആഭരണം ഊരാൻ പറ്റാത്തൊരവസ്ഥയാണ്, സ്നാനം കൊടുക്കണം. പുള്ളി ഇല്ല, പറ്റത്തില്ല, ബ്രദറൻ ആചാരം അനുസരിച്ച് സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അതെന്താണെന്നറിയാമോ, ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തോട്ടം തൊഴിലാളികളാണ്, കൊളുന്തു നുള്ളുന്നവർ, മൂന്നാർ ഏരിയയിലെ, അവരിൽ നിന്നാണ് ഈ വിശ്വാസികൾ വന്നിരിക്കുന്നത്. അന്നേരം പറഞ്ഞു, ആ മലയാളികളല്ലേ, എന്നാ സാരമില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മലയാളികൾക്ക് മാത്രമുള്ള ഒരു സ്വർഗമില്ലേ? കർത്താവ് പറഞ്ഞു, ഒരുത്തനെ ഈ വഴിക്ക് ഞാൻ അടുപ്പിക്കില്ല, എല്ലാം പാപികൾ. നിങ്ങളുടെ ബൈബിള് കാണും, പ്രസംഗം കാണും, നിങ്ങൾ മീശ പഠിച്ച് കാണും, ഞാനിതൊന്നും നോക്കാൻ തയ്യാറല്ല, വിശ്വസിക്കുന്നവരെ രക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരേ ലെവൽ പ്ലേയിങ് ഫീൽഡാക്കി ദൈവം കൊടുത്തു. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം, സുവിശേഷത്തിൻ്റെ പ്രസംഗം. അപ്പോൾ വിശ്വാസത്താലുള്ള നീതിയല്ലേ കറക്റ്റ്? നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇത്രയും നാൾ ഈ പ്രപഞ്ചത്തിൽ ആരും ചിന്തിക്കാത്ത കാര്യമാണ് പൗലോസോട് എഴുതി വെച്ചിരിക്കുന്നത്. ലോകത്തിൽ ഒരു തത്വചിന്തയിലോ രാജ്യത്തിലോ എല്ലാവരും പ്രവൃത്തിയാലുള്ള നീതിയേ പറയുള്ളൂ. എല്ലാ മതങ്ങളും അത്രേ പറയുള്ളൂ, കർമ്മം. എന്നാൽ ഈ കർമ്മം ഒരാളുടെ ജനറ്റിക്സിൻ്റെ ഭാഗമാണെന്നും ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഒരാളുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നതെന്നും അയാൾ വളർന്നു വന്ന അന്തരീക്ഷമാണ് അയാളെ പ്രത്യേകമായി ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നും ബൈബിളിൽ അല്ലാതെ വേറെ ഒരിടത്തും ഇല്ലായിരുന്നു, ശാസ്ത്രം അത് കണ്ടുപിടിക്കുന്നവരെ. അത്ര മനോഹരമായിട്ടാണ് രക്ഷയെ പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതറിയാതെയാണ് ഞാൻ ഇന്ന് വിടുതല വിഷയങ്ങളുടെ നടുവിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വാക്യം. ആകയാൽ അതുകൊണ്ട് ഒന്നുകൂടെ വായിക്കത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം, അതാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്, അല്ല ഈ നീതിമാൻ ആരുമില്ല ആ ഭാഗമാണ്. ഓക്കെ, ന്യായപ്രമാണം ഈ നീതിമാൻ ആരുമില്ലെന്ന് പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണ് പറയുന്നത്. അങ്ങനെ ഏതു വായും അടഞ്ഞ്, ആകെ തുറന്നിരുന്ന വായ ആരുടെയാണ്? ഈ ന്യായപ്രമാണക്കാരുടെയാണ്. അതും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് തന്നെ. ഇനി അടുത്ത വാക്യം പറയാണ്, ആകയാൽ അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രവൃത്തി കൊണ്ട് ഒരാൾക്ക് നീതി വരാത്തത്? അതിന് നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ കേരളത്തിൽ ഒത്തിരി ക്യാമറകൾ റോഡിലിരിപ്പുണ്ട്. ആ ക്യാമറകൾ വന്നേ പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നവർ വളരെ കുറവാണ്, ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നവർ വളരെ കുറവാണ്. ആ ക്യാമറ ഇവിടെ ഇല്ലെങ്കിലോ, പോലീസുകാർ റോഡിലില്ലെങ്കിലോ, ഇല്ലെങ്കിലോ പറ, നമ്മുടെ ഒറിജിനൽ സ്വഭാവം വെളിയിൽ വരും. അപ്പം കൽപ്പന ഒരാൾ അനുസരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ നീതിമാനാകണം നിർബന്ധമില്ല. അയാൾ പേടിച്ചിട്ടായിരിക്കും
ഒരു പക്ഷേ അതനുസരിക്കുന്നത്. അയാളുടെ സ്വഭാവത്തിനകത്ത് അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നരകത്തിൽ പോകുമല്ലോ എന്നോർത്ത് മാത്രം പേടിച്ച് വ്യഭിചാരം ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർ നീതിമാന്മാരാണോ? അല്ല. ആ പേടി എടുത്തു മാറ്റിയാൽ അവരെന്തും ചെയ്യും. The fear is restricting them. ദശാംശം കൊടുക്കുന്ന വലിയൊരു പങ്ക് ആൾക്കാർ ദശാംശം കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? വലിയ ബിസിനസ്സിൽ ഇനി വലിയ നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. ആ പേടിച്ചിട്ടാ. 10% ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാ വലിയൊരു പങ്കും കൊടുക്കുന്നത്. ബിസിനസ് ഈ പ്രാവശ്യം ഡള്ളായിരുന്നു ബ്രദറെ, കഴിഞ്ഞ ആഴ്ച ദശാംശം കൊടുത്തില്ല, അതുകൊണ്ടായിരിക്കും. പേടിച്ചിട്ട്, അല്ലാതെ കൊടുക്കൊന്നുമില്ല. എത്ര പേര് ടാക്സ് അടയ്ക്കുന്നവർ, ഗവൺമെൻറ്റിന് കുറച്ച് കാശ് കൊടുത്തേക്കാം, പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന വെൽഫെയർ ഗവൺമെൻറ് അല്ലേ, റേഷനൊക്കെ ചുമ്മാ കിട്ടുന്നതല്ലേ, കൊടുത്തേക്കാം എന്ന് ചിന്തിച്ച് ടാക്സ് കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ടാക്സ് കൊടുത്തില്ലെങ്കിൽ അവന്മാരൊന്ന് പൊക്കും, അതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. നമ്മുടെ നന്മയിൽ നിന്നല്ല, ഗതികേട് കൊണ്ടാണ് നമ്മൾ നീതിമാന്മാരായിട്ട് നടക്കുന്നത്. സന്തോഷമായോ? ശരിയാണോ? ഇന്നും നമ്മൾ നരകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് ചില ആൾക്കാരെ ഡീസൻ്റാക്കി വെച്ചിട്ടുണ്ട്. ആ പേടി അവിടെ ഇല്ലെങ്കിൽ എല്ലാം പോക്കാണ്. സമ്മതിച്ചോ? ഒരു എക്സാമ്പിൾ വേണേൽ പറയാം, എന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. മൂത്ത മോൻ ഭയങ്കര തല്ലിപ്പൊളി, ഉഴപ്പനും വൃത്തികെട്ടവനും അനുസരിക്കാത്തവനാണെന്ന് വിചാരിച്ചോ. ഓക്കെ. ഇളയ മോൻ ഭയങ്കര അനുസരണക്കാരനും ഭയങ്കര പാവവും നല്ല മനുഷ്യനുമാണെന്ന് വിചാരിച്ചു. എക്സാമ്പിൾ. ഒരു ദിവസം അപ്പം മൂത്ത മോനോട് പറയാണ്, നീ ഇന്ന് വീടെല്ലാം റെഡിയാക്കി ഇടണം, ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും. അപ്പം മോൻ പറയുക, എനിക്ക് സൗകര്യമില്ല, കാരണം അവൻ നേരത്തെ ധിക്കാരിയാണല്ലോ. അപ്പോൾ അപ്പം പറയും, നീ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ നിനക്ക് ചോക്ലേറ്റ് തരാം. അപ്പം പറയും, ചോക്ലേറ്റ് എനിക്ക് വേണ്ട, കാരണം ഓൾറെഡി വീട്ടിലുള്ള ചോക്ലേറ്റ് അവൻ അടിച്ചു മാറ്റി അവൻ്റെ മേശയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അവൻ ദുഷ്ടനാണ്. അപ്പോൾ അപ്പം പറയും, നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു അപ്പനില്ല, നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് ഉച്ചയാകുമ്പോൾ ഞാൻ വരുമ്പോഴേക്ക് ഇറങ്ങിക്കോണം. ഇവൻ പേടിച്ചു പോയി. ഇവൻ വിചാരിച്ചു, വിതയ്ക്കാത്തടന്ന് കൊയ്യുകയും വിതറാത്തടന്ന് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടനായ എൻ്റെ അപ്പൻ എന്നെ ഇറക്കി വിടാൻ സാധ്യതയുണ്ട്, അടിച്ചു വാരിയിട്ടേക്കാം. 16 വയസ്സുള്ളൂ, എങ്ങോട്ട് പോകാനാണ്? എല്ലാവരും അടിച്ചു വാരിയിട്ടു. രണ്ടാമത്തെ മകൻ ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ അപ്പനും അമ്മ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, ഞാനാണ് തിരിച്ചൊന്നും ചെയ്യുന്നില്ല, ഇന്ന് ഞാനിതൊന്ന് ക്ലീനാക്കി ഇട്ടേക്കാം, അവർക്കൊരു സന്തോഷമാവട്ടെ വരുമ്പം. 2 പേരും കൽപ്പന അനുസരിച്ചു. ആരാ നീതിമാൻ? ആരാ നീതിമാൻ? ഇളയവൻ. എന്തുകൊണ്ടാണ്? അവന് നീതിമാനാക്കിയത് അവൻ്റെ പ്രവൃത്തിയല്ല, അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ സ്നേഹമാണ്. ആണോ? ആണോ അല്ലയോ? അപ്പം നീതിമാനെ ഉണ്ടാക്കുന്നത് എന്താണ്? അവൻ ചെയ്യുന്ന പ്രവൃത്തികളല്ല, അവൻ്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടാക്കുന്ന സ്നേഹമാണ്. ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോകുന്ന സ്നേഹം കൊണ്ടാണെങ്കിൽ അതാണോ നീതി? കാശ് മേടിക്കാനാണെങ്കിൽ ഏതാ നീതി? പ്രവൃത്തി രണ്ടിടത്തുണ്ടല്ലോ. നീതിയാകണമെങ്കിൽ അതെവിടെ നിന്ന് വരണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പ്രവൃത്തി കൊണ്ട് ചെയ്തു എന്ന കാരണത്താൽ ഒരാളെ നീതിമാനെന്ന് വിളിക്കുന്നത് ന്യായമാണോ? അല്ലല്ലോ. ഇപ്പൊ ബൈബിൾ എന്ത് ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇറ്റ്സ് വെരി ക്ലിയർ. ഇറ്റ് സേസ് നോട്ട് ദ വർക്ക്സ്. വർക്ക് എനിവൺ ക്യാൻ ഡു. കാരണം സഭയുടെ വർക്ക് അത്രേ ഉള്ളൂ. സിനിമ കാണാൻ പോകരുത്, ഓക്കെ, ആരും കാണാതിരുന്നാൽ മതിയല്ലോ. മോഷ്ടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, കള്ളു കുടിക്കരുത്, ഓക്കെ, ഈസി. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഉറക്കെ ആമേൻ പറയുക, സ്തോത്രം ചെയ്യുക. അന്യഭാഷ പറഞ്ഞു തുടങ്ങിയാൽ പാസ്റ്റർ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ നിർത്തരുത്. നിർത്തിയാൽ ഭക്തി കുറവാന്ന് അവർ വിചാരിക്കും. കുറേ മുമ്പോട്ട് പൊക്കോട്ടെ, പാസ്റ്റർ എങ്ങനെയും നിർത്തിപ്പിച്ചോളൂ. ഭയങ്കര നീതിമാനായിട്ട് വരുക. പിന്നെ അത് പോരാഞ്ഞിട്ട് ഞായറാഴ്ച ഒരു സാക്ഷ്യം കൂടെ പറയും, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം 2 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അത് നാട്ടുകാർ കേൾക്കട്ടെ, കേൾക്കട്ടെ. എന്താ നീതി? ഈ നീതിയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു നടക്കുന്നത്. ഈ നീതി ഒന്നും ദൈവത്തിനടുത്ത് ചെലവാവുകയില്ല. കാരണം കർത്താവ് അന്വേഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ നീതി മാത്രമാണ്. വേറെ ഒരു നീതി കൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പ് നിൽക്കാൻ പറ്റത്തില്ല. ഈ ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റില്ല. അത് ദൈവം നമുക്ക് സൗജന്യമായി തരുന്നതാണ് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ. അങ്ങനെ വാങ്ങിക്കാൻ പറ്റൂ. വിലയുള്ള ഒരു സാധനവും നമുക്ക് അധ്വാനിച്ച് വാങ്ങിക്കാൻ പറ്റില്ല.
ഒരു എക്സാമ്പിൾ. ഈ ശ്വാസവും വെള്ളവും എല്ലാം ദൈവം ഫ്രീ ആയിട്ട് തന്നെ. മനുഷ്യരത് ബോട്ടിലാക്കി വിൽക്കുന്നത് വേറെ കാര്യം. ലോകത്ത് മൂല്യമുള്ള എല്ലാ സാധനവും ഫ്രീ ആയിട്ടാണ് ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പനും അമ്മയും ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ? മക്കളെ ഫ്രീ ആയിട്ടല്ലേ കിട്ടിയത്? ഡെലിവറി എടുക്കാൻ കാശ് ഹോസ്പിറ്റലിൽ കൊടുത്തു കാണും, പക്ഷെ മക്കൾ ഫ്രീ ആണല്ലോ, അല്ലേ? ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടെ മോനും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. എറണാകുളം ടു തിരുവല്ല, അത്രേ ഉള്ളൂ, ചെറിയൊരു ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്. ഈ ബാഗിന് സിപ്പ് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പം ഒരു സൈഡ് ഇത്തിരി തുറന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാനത് ട്രെയിനിൻ്റെ 2 പേരിരിക്കുന്ന ഒരു സൈഡ് സീറ്റ് ഉണ്ടല്ലോ, അവിടെയാണ് ഞാനും എൻ്റെ ഭാര്യ ഇരിക്കുന്നത്. അപ്പോൾ അതിന് നടുവിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മറ്റേ സൈഡിലോട്ട് ഇത്തിരി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ പെട്ടെന്ന് എന്താ ഇത് ചോദിച്ച് ചാടി എഴുന്നേറ്റു. അപ്പോൾ ചുറ്റുള്ളൂ എന്താ ഇതിനകത്തൊരു കൊച്ചിൻ്റെ കാല് എന്ന് പറഞ്ഞു. ഈ ബാഗിനകത്ത്, ഞങ്ങളുടെ ബാഗിനകത്ത് നോക്കിയപ്പോൾ സംഗതി ശരിയാ, ഒരു കുഞ്ഞിൻ്റെ കാൽപാദം അതിനകത്ത് കാണാം, ഈ ബാഗിനകത്ത്. അവർ ഞെട്ടി, ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇതെന്താ ആരുടെ ബാഗാ? ഞാൻ ചോദിച്ചു ഞങ്ങളുടെ ബാഗ്. അതിനകത്തൊരു കൊച്ചിൻ്റെ കാല്. ഇപ്പോൾ കൊച്ചിനെ ബാഗിനകത്തോട്ട് കൊണ്ടുവന്നൊക്കെ അവർ വിചാരിച്ചത്. തുറന്നെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പാവയായിരുന്നു. ആ ഒരു കുഞ്ഞിനെ പോലെ തന്നെയുള്ളൊരു പാവ. അത് ഞാൻ 600 രൂപ കൊടുത്ത് മേടിച്ച എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി. എൻ്റെ കൈ ഇരിക്കുന്ന കൊച്ചു ഫ്രീയാ. ഏതിനാ വില പറ? ഇത് 2-1 കൊടുക്കേണ്ടി വന്നാൽ ഞാൻ ഏത് കൊടുക്കും? അതുപോലെ രക്ഷ എന്ന് പറയുന്ന ദാനം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് മനുഷ്യൻ്റെ കപ്പാസിറ്റിക്ക് അകത്തുള്ള സാധനമാണ്. അത് സൗജന്യമായി തരുമ്പോഴാണ് ദൈവം മഹത്വവാനായി മാറുന്നത്. അതാണ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, 21-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. ഇനി അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നറിയാമോ? അടുത്ത വാക്യം. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരെ സാക്ഷ്യം പറയുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദയസില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായാണ് അത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പം ദൈവം എന്ത് ചെയ്തു? നമ്മളെ സൗജന്യമായിട്ടൊരു നീതി കൊടുത്തു. എന്തിനു വേണ്ടി അങ്ങനെ കൊടുത്തത്? 27-ാം വാക്യം. ആകയാൽ പ്രശംസ എവിടെ? ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തിന്? സൗജന്യമായിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശം എന്താ? ഇപ്പം ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ പറയാണ്, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ ബ്രദറെ. ഒരാൾ നല്ല ഷർട്ടാണല്ലോ. അപ്പോൾ ആർക്കാ ഗ്ലോറി? ആർക്കാ? എനിക്കാ. നല്ലോണം നോക്കി മേടിക്കാൻ അറിയാവുന്നയാൾ. അത് നല്ല ഷർട്ട്. ഞാൻ എക്സാമ്പിൾ പറയുന്ന കേട്ടോ ഇതൊക്കെ. പിന്നെ അത് എക്സാമ്പിൾ അല്ലാത്തൊരു കാര്യം പറയാം. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല, ഇതിനിടയ്ക്ക് ഇടയ്ക്ക് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലോറി ആർക്കായി? തന്ന ആൾക്കായി. ഞാൻ അധ്വാനിച്ച് രക്ഷ നേടി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ദൂതന്മാരെല്ലാം എഴുന്നേറ്റ് എന്നിട്ട് പറയും, ഇത്രയും ഭയങ്കര അധ്വാനശീലനായ ചെയ്സ് ദാ വന്നിരിക്കും, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റൊന്ന് കൈയടിക്കാം. ആർക്കാ മഹത്വം? എനിക്ക്. അതേസമയത്ത് എന്നെ ദൈവം തിരഞ്ഞെടുക്കുമ്പോഴേ ഈ ദൂതന്മാർ സാത്താനൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരോട് ഇരുന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പോൾ പത്രോസിനെയൊക്കെ തിരഞ്ഞെടുത്തപ്പോഴും ഇവരെല്ലാം അങ്ങനെ ചിന്തിച്ചാണ്, ഈ ദൈവപുത്രൻ ഇറങ്ങി വന്നിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരെ കണ്ടു, ഒരെണ്ണം നേരെ ഉള്ളതുണ്ടോ? ഇന്ന് പറഞ്ഞാൽ നാളെ പറയാത്ത പത്രോസ്, എല്ലാം സംശയിക്കുന്ന തോമസ്. ശിഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവം കണ്ട. അതിനകത്തൊരു എരിവുകാരനുണ്ടായിരുന്നു, അല്ലേ? എരിവുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? 1 അടിച്ചാൽ 2 പൊട്ടിക്കാൻ കഴിവുള്ളവനാണ് എരിവുകാരൻ. പക്ഷെ കർത്താവ് ക്രൂശിൽ പോയപ്പോൾ എരിവുകാരനൊന്നും കാണാനില്ല, എല്ലാം മുങ്ങി. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ നേരത്ത് ഒരു 2-3 പട്ടാളക്കാർ, സെക്യൂരിറ്റി ഗാർഡ്സ്. അടുത്തത് ബൈബിൾ കോളേജിൽ ഏറ്റവും മിടുക്കരായ കുറച്ച് പിള്ളേർ, കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അപ്പോൾ അവരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവർ വന്ന് റോമാ ഗവൺമെൻറ്റിനോട് യുദ്ധം ചെയ്യുകയോ കർത്താവ് പുനരുത്ഥാനം ചെയ്യുകയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ബലവുമില്ലാത്ത
നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യമില്ലാത്ത, ആയുധങ്ങളില്ലാത്ത, വിവരമില്ലാത്ത മുക്കുവരായ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവർ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഓടി ഒളിക്കുകയും പിന്നെ പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ധൈര്യമായിട്ട് മുമ്പിൽ നിന്ന് മരിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വിശ്വസിച്ചു. ഇവന്മാരിത് പറയണമെങ്കിൽ, കാരണം ബലഹീനതയിൽ നിന്നാണ് ഈ ദൈവത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തുന്നത്. ബലമുള്ളവരായിരുന്നെങ്കിൽ അത് അവൻ്റെ ധൈര്യവും അഹങ്കാരവും എന്ന് പറഞ്ഞേനെ. പക്ഷെ ബലമില്ലാത്ത പേടിത്തൊണ്ടന്മാരായ ശിഷ്യന്മാരെ വെച്ചിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ഈ പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ സാക്ഷിക്കാൻ പറഞ്ഞു വിട്ടത്. കാരണം അവർക്കറിയാം, ഉറക്കെ പറഞ്ഞാൽ കൊല്ലും, സാരമില്ല. ആ ധൈര്യം അവർക്കുണ്ടായത് യേശുവിനെ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. ആ സാക്ഷ്യത്തിന് അത്രയും പവറുണ്ട്. ഒരു പട്ടാളക്കാരൻ വന്ന് പറഞ്ഞാൽ പവറില്ല. എന്നാലൊരു ബലഹീനത എന്ന് പറയുമ്പം ആ മരണത്തെ പേടിക്കാതെ പറയുമ്പോൾ പവറുണ്ട്. അപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? ആരാധന പൂർണ്ണമായും കുഞ്ഞാടിന് ലഭിക്കേണ്ടതിന്, പ്രശംസ ഒരു മനുഷ്യനും ലഭിക്കാതിരിക്കേണ്ടതിന് എടുത്തു കളയാൻ വേണ്ടി ദൈവം അവൻ്റെ ജനത്തെ സൗജന്യമായി നീതീകരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ ഭയങ്കര അഭിമാനികളാണ്. നമ്മൾ പറയും, കർത്താവ് ഞങ്ങൾ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ. കർത്താവ് പറയും, നിങ്ങളെക്കൊണ്ട് പറ്റില്ല. നോ, ഞങ്ങളങ്ങനെ സൗജന്യമായി ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ അധ്വാനിച്ച് മാത്രമേ നേടുള്ളൂ. ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരിക്കും. അവർ സൗജന്യമായി കർത്താവിൽ നിന്ന് പോലും മേടിക്കാൻ ഇഷ്ടമില്ല. ഞാൻ അധ്വാനിച്ച് പോകുന്നു, അവനൊക്കെ അധ്വാനിക്കാൻ നടക്കും, ഞാൻ അധ്വാനിക്കും കേട്ടോ, ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് പേടി, ഇങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ അവർ കർത്താവിനോട് പറയും, ഞങ്ങൾ അധ്വാനിച്ച് മേടിച്ചു. കർത്താവ് പറയും, സൗജന്യമായി വാങ്ങിക്കാനുള്ള ഹംബിൾനെസ് ഉള്ളവൻ വന്നാൽ മതി. പ്രശംസ എവിടെ എവിടെ എവിടെ? അത് പോയി. അടുത്ത വാക്യം, ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? വായിക്കുക, കാണുന്നുണ്ടോ നിങ്ങളത്? അല്ല, വിശ്വാസത്താൽ തന്നെ, വിശ്വാസമാർഗത്താൽ തന്നെ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടും. ഇത് ആര് പറഞ്ഞതാ? ഒരു ദിവസം വൈകിട്ട് 15-ാം തീയതി, ഫെബ്രുവരി മാസം 15-ാം തീയതി 2025 ചെയ്സ് എന്ന് പറഞ്ഞ ഒരുത്തൻ പുൾപിറ്റ് എന്ന് പറഞ്ഞതല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എഴുതി വെച്ചതാണ് അപ്പോസ്തലിക ഉപദേശം. ഡോക്ട്രിൻസ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ ഗുഡ് വർക്ക്സ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇറ്റ്സ് ഗിവൺ ടു യു ഫ്രീ. വിശ്വസിക്കാൻ പറ്റുമോ? ഇനി ഇങ്ങോട്ട് നമ്മൾ മുമ്പോട്ട് വായിക്കും തോറും ഇതിൻ്റെ അത്ഭുതമാണ് നമ്മുടെ ചുറ്റും അൺറാവൽ ചെയ്തു വരുന്ന ദൈവത്തിൻ്റെ മഹാ അത്ഭുതം. ഒരു പാപിയെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണ എന്താണെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കും. സാധാരണഗതിയിൽ ഈ സാക്ഷ്യം പറയണമെങ്കിൽ അതിന് നല്ല എരിവും പുളിയും വേണം. അത് ഇത്തിരി കുറവാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ 2 പേരെ കൊന്നിട്ടുണ്ട്, കള്ളുപിടിച്ച് നടന്നിട്ടുണ്ട്, റോട്ടിൽ കൂടെ അലമ്പുണ്ടാക്കി നടന്നിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് വേറൊരു സാക്ഷ്യം പറയാനുള്ളത്. എൻ്റെ പ്രസംഗവുമായിട്ട് അത് ഫിറ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ഭയങ്കര നീതിമാനായ മനുഷ്യനായിരുന്നു. ഇങ്ങനെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെപ്പോലെ നീതിമാനായ ആരും ആ ഏരിയയിലില്ലായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പം 3.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യം LKG പോകുന്നത്. ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് ഞാൻ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കർണക്കുറ്റിക്കായിട്ട് അടിമേടിച്ചവനാണ്. അതെനിക്ക് ഇന്ന് ഓർക്കുമ്പോൾ അഭിമാനമേ ഉള്ളൂ. എന്തിനാ തല്ലിയെന്നറിയോ? എന്തിനായിരിക്കും നിങ്ങൾ വേണേൽ ഊഹിച്ചോ, ഞാൻ അപ്പോഴേക്കും പറയാം. എന്നോട് വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനമ്മയും പറഞ്ഞായിരുന്നു, നിന്നെ പഠിക്കാൻ വേണ്ടിയാണ് വിടുന്നത്, അവിടെ ചെന്ന് ഉഴപ്പിത്തിരിഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കരുത്, ടീച്ചർമാർ പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കണം, പഠിച്ച് വലിയ ആളാകണം, അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ വിടുന്നേ. അവിടെ ചെന്നപ്പോൾ ഓഗസ്റ്റ് 15 ആഘോഷങ്ങളാണ്. പഠിപ്പിക്കാൻ ആരുമില്ല, പഠിക്കാനൊന്നുമില്ല. എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ചെറിയ മനസ്സിലുള്ള പരീശൻ എഴുന്നേറ്റു. ഞാൻ ടീച്ചറുടെ എന്ന് പറഞ്ഞു, എനിക്ക് പഠിക്കണം. ആലോചിച്ച് നോക്കണം, 3.5 വയസ്സുള്ളൂ. ടീച്ചർ പറഞ്ഞു, ഇപ്പോൾ പഠിക്കുന്ന ദിവസമല്ല, ഇന്ന് കളികളേ ഉള്ളൂ, ഇന്ന് ഗെയിംസൊക്കെ കഴിഞ്ഞ് നമുക്ക് നാളെ തൊട്ട് പഠിക്കാം. പറ്റത്തില്ല, എനിക്കിപ്പോൾ പഠിക്കാം. ഞാൻ കരയാൻ തുടങ്ങി. ഭയങ്കര ബഹളം. ടീച്ചർ എന്നൊരു ചെറിയൊരു ഡെസ്കും ഒരു സ്റ്റൂളും ഇട്ട് എന്നിട്ടൊരു പുസ്തകം എടുത്തുകൊണ്ട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. ടീച്ചർ ഇവിടെ തന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ടീച്ചറാണ് 100,000 കാര്യങ്ങൾ, ഒരു കയ്യിൽ സാധനങ്ങൾ
എന്താ പുസ്തകം അതും ഇതെല്ലാമായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുക. ടീച്ചറിന് ദേഷ്യം വന്നു. കാരണക്കുരി നോക്കി ഒരൊറ്റ അടി തന്നു. മര്യാദയ്ക്ക് ഇവിടുന്ന് പഠിക്കണമെന്ന് പറഞ്ഞു പോയത്. നിങ്ങൾ ആലോചിച്ചേക്ക്, ഇത്രയും നല്ലൊരു പയ്യനെ എവിടെയെങ്കിലും കിട്ടുമോ? പഠിക്കണമെന്നും പറഞ്ഞ് തല്ലു മേടിച്ച് തുടങ്ങിയവനാണ് ഞാൻ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് എഴുതിയത്. കാരണം എൻ്റെ പേരൻസ് എപ്പോഴും ഈ കഥ പിന്നെയും പറയുന്നതുകൊണ്ട് ഇതെനിക്ക് ഓർമ്മയുണ്ട്. 3.5 വയസ്സിൽ ഓർമ്മയുടെ കൂടെ ഈ അപ്പനന്മാരുടെ സപ്ലിമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഓർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്കൂളിൽ പോകില്ലായിരുന്നു. പിന്നെ സ്കൂളിൽ പോകുന്നൊന്ന് പനി പിടിക്കും, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഒരു വിധത്തിലൊക്കെയാണ് പഠിച്ചു വന്നത്. പക്ഷേ 10ാം ക്ലാസ് ആയപ്പോഴേക്കും ഞാൻ ഭയങ്കര നീതിമാനായി മാറി. ഒരിക്കലും ക്ലാസ് കട്ട് ചെയ്യത്തില്ല, എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ടിരിക്കും. എനിക്ക് ഹൈസ്കൂളിൽ ആകെ ഒരു ഹാഫ് ഡേ മാത്രമേ ലീവ് ഉള്ളൂ. അതോടെ മരിച്ചു പോയതുകൊണ്ട് എൻ്റെ അപ്പനമ്മ ബലമായിട്ട് കൊണ്ടുപോയതാണ്. എല്ലാം പോകില്ല. ക്ലാസ്സിൽ 1ാം സ്ഥാനത്ത്. ആരെങ്കിലും എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ഞാൻ ഉടൻ പോയി റിപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ പിള്ളേരില്ലേ ക്ലാസ്സിൽ വർത്തമാനം പറയുന്നവരുടെ പേരെഴുതി കൊടുക്കുന്ന, ടീച്ചർ ആബ്സെൻ്റ് ആണെങ്കിൽ മിണ്ടാതിരിക്കാമെന്ന് വിചാരിക്കാതെ മാത്തമാറ്റിക്സ് സാറിനെ വിളിച്ചുകൊണ്ട് വരുന്ന, ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ സാറേ ഇവൻ അടിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ഒരു ദുഷ്ടനായ വഴക്കാളിയായ ടീച്ചറിൻ്റെ ചാരനായ, പിള്ളേരെ സ്നേഹിക്കാത്ത, പിള്ളേരുടെ കൂട്ടുകൂടാത്ത ആ ഒരു വ്യക്തി, അത് ഞാനാണ്. എൻ്റെ കോളേജിലുള്ള സ്കൂളിലുള്ള ഒരാൾക്കും എന്നെ ഇഷ്ടമില്ലായിരുന്നു. എനിക്കതിനകത്ത് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്കും ആരോടും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കാരണം പഠിത്തം നിർത്തിപ്പോയ പിള്ളേർ വരെയുണ്ട്. എന്തെങ്കിലും കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ടീച്ചർമാർ വിട്ടാലും ഞാൻ സമ്മതിക്കില്ല. ഒന്ന് ആലോചിക്കേ. എന്നാൽ എല്ലാവിധ കുരുത്തക്കേടും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ആർക്കും അറിയത്തില്ല. ഐ വാസ് എൻ എക്സലൻ്റ് ആക്ടർ. ഇതുപോലെ നീതിമാനെ അഭിനയിച്ചിട്ടുള്ള ഒരാൾ ലോകത്തുണ്ടാവില്ല. ഞാനിങ്ങനെ അഭിനയിച്ച് ഡിഗ്രി എത്തുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയമായപ്പോഴേക്കും ഞാൻ അതിഭയങ്കര നീതിമാനായി മാറിയായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് വീണ്ടും ഞാൻ എൻ്റെ അനുഭവം പ്രാപിച്ച സമയത്ത് എനിക്ക് പാപബോധം ഉണ്ടായത്. ഞാൻ അന്നുണ്ടായ എക്സാക്ട് സംഭവങ്ങളല്ല ഞാൻ പറയുന്നത്, ഒരു ഡ്രാമ രീതിയിൽ ഞാനത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീതീകരണം എന്താണെന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അതെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡ്രാമാറ്റിക് പ്രസൻറ്റേഷനായിട്ടാണ് എൻ്റെ സാക്ഷ്യം ഞാൻ പറയുന്നത്. പ്രതിക്കൂട്ടിൽ ഞാൻ പോയി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ഇന്ന് എന്നെ ഫ്രീ ആയിട്ട് വിടുമെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ദൈവം ജഡ്ജിയായിട്ട് സിംഹാസനത്തിലിരിക്കുന്നു, ഞാൻ പ്രതിക്കൂട്ടിൽ പോയി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ എതിരെയുള്ള കുറ്റങ്ങൾ വായിക്കുന്നത് സാത്താനാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ സാത്താനാണല്ലോ എതിരാളി. വലിയ ഫയൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്, മുഴുവൻ കുറ്റങ്ങളാണ്, ഫയൽസ് ആഫ്റ്റർ ഫയൽസ്. അപ്പോൾ ഞാൻ ചിന്തിക്കുക, അയ്യോ ഒരു തെറ്റും ചെയ്യാത്ത എന്നെക്കുറിച്ച് ഇത്രയും പാപങ്ങളോ, എന്ത് പരിപാടിയാണ്. സാത്താൻ ഫയൽ തുറന്നു. പാപം നമ്പർ 1, ചേസ് ജോസഫ് എന്ന് പറയുന്ന ഇവൻ ഒരു കൊലപാതകനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ്, ഒരു കോഴിയെ പോലും ഞാൻ കൊന്നിട്ടില്ല, മറ്റുള്ളവർ കൊല്ലുന്ന കോഴിയെ ഞാൻ തിന്നാറുമില്ല, ഞാൻ എങ്ങനെയാണ് ഒരു കൊലപാതകനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എത്ര കോഴിയെ വേണേലും തിന്നോ, പക്ഷെ സഹോദരനെ പകയ്ക്കുന്നവരെ എല്ലാം ഇവിടെ കൊലപാതകരുടെ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ഞാൻ പകയ്ക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. എനിക്ക് ഒരാളെ ഇഷ്ടമില്ല, എല്ലാവരോടും കോമ്പറ്റീഷനാണ്. എൻ്റെ വീട്ടിലുള്ളവരുടെ മുമ്പിൽ പോലും ഞാൻ നല്ലവനായിട്ട് നടിക്കാൻ വേണ്ടിയുള്ളൊരു അഭിനയം മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് സമ്മതിച്ചു, ശരിയാ, വചനത്തിൽ അങ്ങനെയുണ്ട്, ഞാൻ കൊലപാതകം ചെയ്തിട്ടുണ്ട്. അടുത്തത്, നീ ഒരു വ്യഭിചാരിയാണ്. ഞാൻ പറഞ്ഞു, പ്രേമിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പഠിച്ചത് മിക്കവാറും ഒക്കെ ജെൻസ് ഉള്ളി, ബോയ്സ് ഉള്ളി, അങ്ങനെ സഹോദരിമാരായിട്ട് സ്ത്രീകളുമായിട്ട് സംസാരിച്ചിട്ട് പോലില്ല. റിയലി പറഞ്ഞാൽ എന്നെ ഒരു വ്യഭിചാരിയായിട്ട് എങ്ങനെ കാണാൻ പറ്റും? ഇപ്പോൾ കർത്താവ് പറഞ്ഞു, വ്യഭിചാരം ചെയ്യാൻ നീ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഹൃദയത്തിൽ മോഹിച്ചാൽ നീ വ്യഭിചാരിയാണ്. അപ്പം അതും ടിക്കാൻ എല്ലാം കൂടെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു പാപവുമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ പിടി വിട്ടുപോയി. എനിക്ക് മനസ്സിലായി ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, കർത്താവിന് മുമ്പ് ഞാൻ പെട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ പെട്ടുപോയി, പാപിയാണ്, ഞാൻ സമ്മതിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോവുക. കാരണം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ നീതി എന്നെ ദൈവത്തിന് ശത്രുവാക്കി മാറ്റിയിരിക്കുക. കാരണം അത് വെച്ചാണ് ഞാൻ മറ്റുള്ളവരെ വെറുത്തത്, അത് വെച്ചാണ് ഞാൻ മറ്റുള്ളവരോട് മത്സരിച്ചത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എല്ലാ പാപവും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഭയങ്കര നീതിമാനാണല്ലോ. അപ്പോൾ ഞാൻ എന്തായിരിക്കും പറയുന്നത്? കർത്താവേ, എത്രയും പെട്ടെന്ന് നീ എന്നെ നരകത്തിലേക്ക് വിട്ടേക്ക്. കാരണം നീ നീതിമാനായതുകൊണ്ട് എന്നെ ഇനി രക്ഷിക്കുന്നത് ശരിയല്ല. എന്നെ വിട്ടിട്ട് നീ അടുത്ത ആളുടെ അടുത്തോട്ട് പോകും. നിൻ്റെ കണ്ണിന് മുമ്പിൽ നിൽക്കുന്നതാണ് എനിക്ക് നരകത്തിൽ പോകുന്നതിനേക്കാളും പാട്.
അപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്ക് ന്യായപ്രമാണത്തോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഇവനെ, സാത്താനോട് മാത്രം ചോദിച്ചാൽ പോരല്ലോ, എൻ്റെ ഭാഗത്തൊരു വക്കീലുണ്ടല്ലോ. ഇപ്പം ന്യായപ്രമാണത്തോട് ചോദിക്കാമെന്ന് വെച്ചു, ചെയ്സ് എങ്ങനെയുണ്ട്? ഇപ്പം ന്യായപ്രമാണം പറഞ്ഞു, എൻ്റെ കർത്താവേ, മറ്റാൾക്കാരെ പോലെയല്ല, ഇവൻ്റെ കൂടെ ഞാൻ വളരെ ചെറുപ്പത്തിലെ 3 വയസ്സുള്ളപ്പോഴേ കൂടിയതാണ്. ഇവനെ നന്നാക്കാൻ ഞാൻ എല്ലാ പണിയും നടത്തിയെങ്കിലും ഇവൻ്റെ ശരീരത്തിനകത്ത് നല്ല വികാരങ്ങളൊന്നുമില്ല. ഇവൻ അഭിനയിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഐ ഓൾസോ റെക്കമെൻഡ് ടു പുട്ട് ഹിം ഇൻ ഹെൽ. ജഡത്തിലെ ബലഹീന നിമിത്തം ന്യായപ്രമാണം തോറ്റുപോയി, എന്നെ നന്നാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നരകം ഉറപ്പിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? നിനക്ക് എന്നെ എങ്ങനെ വെറുതെ വിടാൻ പറ്റും? ഇത്രയും നിനക്കെതിരെ ദ്രോഹം ചെയ്ത പാപിയായ അധമനായ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ കാൽവരി ക്രൂശിൽ മരിക്കുമ്പം മരിക്കാതെ അവനെ രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ അവൻ മരിച്ചത് നിന്നെ ഓർത്തുകൊണ്ടാണ്. ഒരു ദിവസം നീ ഗതിയില്ലാത്തവനായി ഇങ്ങനെ ഒന്ന് നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നിന്റെ പാപങ്ങളുടെ കണക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ആ ക്രൂശിൽ തീർത്തു. അതുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല, വെറുതെ വിട്ടിരിക്കും. ഇന്നും ഞാൻ സ്തോത്രം ചെയ്യുന്ന അതോർത്തും മാത്രമാണ്. എനിക്ക് ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു, ഇന്നും ഞാൻ ജീവനോടുണ്ടെന്നുള്ളതിനകത്ത് വലിയ സന്തോഷമൊന്നും ഇല്ല. ഇല്ലായിരുന്നെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പോയതിന് അത്രയല്ലേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. ഞാൻ കർത്താവിയുടെ ജീവൻ തന്നതിനായി സ്തോത്രം, എടുത്തുകൊണ്ട് പോയതിന് സ്തോത്രം, അത്രയേ ഉള്ളൂ. പക്ഷെ രക്ഷിക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് ആജീവനം തോന്നെ സ്തോത്രം ചെയ്യാനുള്ള കാരണം ഞാൻ നശിച്ച് നരകത്തിൽ പോവുകയില്ല. എൻ്റെ പകരം അവൻ സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ വിട്ടുകളഞ്ഞതിനാൽ, മരണത്തിന് ഏൽപ്പിച്ചതിനാൽ, എനിക്ക് പകരം അവൻ കാൽവരി ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. ഐ എം ഫ്രീ. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം. 2019 ആയപ്പം ഒത്തിരി പേര് ഈ പ്രസംഗം കേൾക്കാൻ തുടങ്ങി. 2019 അവസാനം 2020 തുടങ്ങിയപ്പം ഞാനിങ്ങനെ കലണ്ടറിൽ നോക്കിയപ്പോൾ ഏപ്രിൽ ബഹ്റിൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഏപ്രിൽ ബഹ്റിൻ, മെയ്യിൽ ദുബായ്, ജൂലൈയിൽ 1 മുതൽ 8 വരെ USA, 8 മുതൽ 12 വരെ ഓസ്ട്രേലിയ, 12-ന് പിന്നെ US. ഇങ്ങനെ പ്രോഗ്രാം കിടക്കുന്നു. ഇടയ്ക്ക് തിരികേക്കും ഓസ്ട്രേലിയൻ പ്രോഗ്രാം, അവർ നിർബന്ധിച്ച് വിളിച്ചേക്കുവാ. പിന്നെ അയർലൻഡ്, കാനഡ, തിരിച്ച് വീട്ടിൽ വരുന്നത് നവംബറിലാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ കർത്താവ് എന്ത് ചെയ്യും? എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ്, ഇത്രയും രാജ്യങ്ങളിൽ നീ എന്നെ സുവിശേഷകനായി നിൻ്റെ സാക്ഷ്യവുമായിട്ട് വിടാൻ നീ കാണിച്ച കരുണയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതൊക്കെ വളരെ നിസ്സാരമാണ്. നിന്നെ എങ്ങനെ എവിടെ വിടാനും എനിക്ക് പറ്റും, പക്ഷെ അതല്ല, ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുത്തതും കഷ്ടപ്പെട്ടതും നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. എൻ്റെ പുത്രൻ നിനക്ക് വേണ്ടി മരിച്ചതുപോലെ ഞാൻ ഒന്നിനും വില കൊടുത്തിട്ടില്ല, നീ അതോർത്ത് സ്തോത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ്, അത് മാത്രം മതി. ഞാൻ ഈ തളർന്ന് ഈ കട്ടിലേ കിടന്നാലും, ഇനി ഒരിക്കലും ആരോടും പ്രസംഗിച്ചില്ലെങ്കിലും നീ എന്നെ രക്ഷിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം മതി. ജീവിതകാലം മുഴുവൻ എനിക്ക് സ്തോത്രം ചെയ്യാൻ. കാരണം ഞാൻ നശിച്ചു പോവുകയില്ലാത്തതിന് കാരണം കർത്താവാണ്. നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചെന്ന്? കോവിഡ് വന്നു, ഞാൻ എങ്ങും പോയില്ല, ആ മുറിയിലിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. സൂം തുറന്നു, യൂട്യൂബ് തുറന്നു, ഞാൻ നേരിട്ട് പോയാൽ എത്ര പേരോട് സംസാരിക്കും, അതിൻ്റെ ഒരു 10,000 മിനിറ്റ് ആൾക്കാരോട് സംസാരിച്ചു. എത്ര പേരോട്? രാവിലെ 5 മണി തൊട്ട് സൂം മീറ്റിംഗ് തുടങ്ങിയ 9, 11, 12 വരെ സൂം മീറ്റിംഗ്, കണ്ടിന്യൂസ് മീറ്റിംഗ്സാണ്. പോകുന്നതിലല്ല, ഇതിലൊന്നുമല്ല കാര്യം, നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കുന്നതിലാണ് കാര്യം. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ പിള്ളേർ, സഹോദരങ്ങൾ, അനിയന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരൊക്കെ പ്രസംഗിച്ച് പോകാമെന്നുള്ളതാണ് എൻ്റെ സന്തോഷം. കാരണം ഞാൻ ചെയ്യുന്നതെന്നുള്ളതല്ല, ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതിനകത്താണ് അതിന് ഗ്ലോറിയുള്ളൂ. വേറെ ഒന്നിനും യാതൊരു മഹത്വവും ഇല്ല. അപ്പം ഞാൻ അന്ന് മുതൽ കർത്താവിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്തുതിക്കുന്നു. അപ്പം കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ഇവിടെ ഉണ്ട്, അവൻ എൻ്റെ നെറ്റിയിൽ നീതിമാനെന്ന് എഴുതി. ഞാൻ പറഞ്ഞു, ഞാൻ നീതിമാനല്ല, എല്ലാ പാപവും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഒരു പാപം ഒന്നും കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ എന്താ? ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ ചോദിച്ചു, വിഗ്രഹാരാധിയോ? ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. അന്ന് സഭയിൽ ഫോട്ടോയും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ +1 പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ ധൂപക്കുറ്റി വീശുന്നു, വേറെ മണിയടിക്കുന്നു, അപ്പുറത്ത് പുക, ഇങ്ങനെ ഭയങ്കര അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, ആൾക്കാർ കുരിശുവരും. ഞാൻ ആൾക്കായിരുന്നു. യേശുക്രിസ്തു നടക്കുന്നു, കുർബാന ചൊല്ലുന്നു, അപ്പുറത്ത് പത്രോസ്, ഇപ്പുറത്ത് മന്ത്രോസം മണിയടിക്കുന്നു, വേറൊരുത്തൻ കുന്തിൽ ധൂപക്കുറ്റിയാണ് നടക്കുന്നത്. ഇങ്ങനെ ആയിരുന്നോ പരിപാടി? അല്ലല്ലോ. യേശു കർത്താവ് തെരുവിൽ പ്രസംഗിക്കുന്നു. ഇത് ആരുണ്ടാക്കി? മനുഷ്യനുണ്ടാക്കിയതല്ലേ.
അത്രേ ആലോചിച്ചുള്ളൂ. പിന്നെ ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ പോയിട്ടില്ല, വിഗ്രഹാരാധന ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ CSI പള്ളിയിൽ വല്ലപ്പോഴൊക്കെ പോകായിരുന്നു. ഞാൻ എന്ത് വിഗ്രഹം ആരാധിക്കുന്ന കർത്താവേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ വിഗ്രഹം നീ തന്നെയാണ്. എത്ര പേരെയാണ് നീ ആ വിഗ്രഹത്തിന് മുമ്പിൽ വണക്കുവാൻ ശ്രമിക്കുന്നറിയോ? എല്ലാവരോടും വണങ്ങിക്കോ എൻ്റെ വിഗ്രഹം, അതല്ലേ എൻ്റെ പണി. ഞാൻ നീതിമാനാകാൻ ശ്രമിക്കുന്തോറും, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്തോറും ഞാൻ എൻ്റെ വിഗ്രഹത്തെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത്, പാപമല്ലാതെ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ലെന്നും, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വിഗ്രഹമാണ് മഹത്വം എടുക്കുന്നതെന്നും, ആ വിഗ്രഹാരാധന അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്നും എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങൾക്കറിയാം, റവ എന്ന് വെച്ചില്ലെങ്കിൽ പിണങ്ങുന്ന പാസ്റ്റർമാരുണ്ട്. റവ കേട്ടില്ലേ? യേശു വെറും യേശുവായിരുന്നു, ബ്രദർ യേശു പോലും അല്ലായിരുന്നു. പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട് കേഫ, റവറൻറ്റ് കേഫ എന്ന് പൗലോസ് വിളിക്കുന്ന ആലോചിക്കുക, ഓർക്കാൻ പോലും പറ്റത്തില്ല. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കി വെച്ച വ്യവസ്ഥകളാണ്. നമുക്കൊരു സാധാരണക്കാരനാവാൻ, യേശുവിനെ പോലെ ആകാൻ, ആ വിഗ്രഹം ഉടഞ്ഞു പോകാൻ, എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവിക്കുമെന്ന് തോന്നുന്നു, ആ തോന്നലുകളെല്ലാം കളഞ്ഞ, അതാണ് ദൈവം ശരിക്കും ക്രൂശിൽ ചെയ്യുന്നത്. ഐ എം ക്രൂസിഫൈഡ് വിത്ത് ഹിം, ഐ ഡോണ്ട് ലീവ് എനി ലോങ്ങർ. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. ഇതാണ് ഈ പത്യോപദേശത്തിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലീവ്സ് ഇൻ മീ. അതാണ് എൻ്റെ ഫെയ്ത്ത്. ഞാൻ തീർന്നു, എനിക്ക് ഗ്ലോറി എടുക്കാനുള്ള വിഗ്രഹം തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ നിന്ദിക്കും, എനിക്ക് പ്രശ്നമില്ല. ആൾക്കാർ നിന്ദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, അവൻ എന്നെ ശരിക്കറിയാമായിരുന്നെങ്കിൽ നിന്ദിക്കുമല്ല, തല്ലി ഓടിച്ചേനെ. ശരിക്കറിയത്തില്ലാത്തതുകൊണ്ട് നിന്ദിച്ചിട്ട് പോയി, അത്രയേ ഉള്ളൂ. ദൈവം കാണിച്ച കരുണ ഇതാണ് പത്യോപദേശത്തിൻ്റെ ഒന്നാം ഭാഗം. ദ ലോർഡ് സേവ്ഡ് മീ ത്രൂ ഹിസ് മെറിറ്റ്, ക്രിസ്തുവിൻ്റെ മെറിറ്റിനാൽ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ നീതിമാനെന്ന് വിളിച്ചത് നിൻ്റെ പ്രവൃത്തി നോക്കിയിട്ടല്ല, എൻ്റെ മകൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇനി നീ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആലോചിച്ചോണം, നീ നീതിമാനൊന്നുമല്ല, നിനക്ക് ഞാൻ എൻ്റെ മകൻ്റെ നീതി വസ്ത്രമാണ് തന്നിരിക്കുന്നത്. ലീവ് ദാറ്റ് ലൈഫ് ബൈ ഫെയ്ത്ത്. ഇപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പം ഞാൻ നീതിമാനെന്നല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു നീതിമാനാണ്. ഐ ആം ലിവിങ് ദാറ്റ് റൈച്ചസ്നെസ്. അപ്പം ഞാൻ എല്ലാ സമയത്തും ലക്ഷ്യം വയ്ക്കുന്ന ആരെയാണ്? യേശുവിനെ പോലെ ആകുക. കാരണം അതാണ് റൈച്ചസ്നെസ്. ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്നെസ്. അതിനേക്കാൾ കുറഞ്ഞ ഒന്നുകൊണ്ടും എനിക്ക് തൃപ്തിപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പത്യോപദേശത്തിൻ്റെ, അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ ഒന്നാം ഭാഗം. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായം മാത്രമാണ് വായിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സാധാരണ അവസാനമുള്ളൊരു കൂട്ടപ്പൊരിച്ചിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു. കാരണം അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കര ആരാധനയായിരുന്നു പറഞ്ഞ് വീട്ടിൽ പോയതുകൊണ്ട് ഇതെല്ലാം മറന്നുപോകും. നിങ്ങളിത് ഇരുന്ന് ഞെരുങ്ങി ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇത് അടിച്ച് തീർത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഒരു പുകഴ്ചയുമില്ലാതെ നിൽക്കുന്നു. ഒന്നുമില്ല അങ്ങയുടെ മുമ്പിൽ പുകഴുവാൻ. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചതല്ലാതെ ഒന്നും ഓർക്കാനില്ല. അങ്ങയുടെ കരുണയല്ലാതെ ഒന്നിനെയും പുകഴ്ത്തുവാനില്ല. കർത്താവെ, ഞങ്ങളെ നീതിമാന്മാരെന്നെണ്ണുവാൻ അങ്ങേക്ക് തോന്നിയ കരുണയ്ക്കായി സ്തോത്രം. ആ നീതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടേതല്ലാത്ത കാരണത്താൽ അൺകണ്ടീഷണലായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. അവൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്, വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, ക്രിസ്തുവിനെ പോലെ ആകേണ്ടതിന്, ആ തേജസ് പ്രാപിക്കേണ്ടതിന് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.